ദൈവത്തിൻ്റെ മഹാകൃപയും ഇവിടെ നിൽക്കണോ? അവർക്ക് കാണാൻ എന്നാ ഇതങ്ങ് മാറ്റി. ഇവിടെ മതിയോ? എവിടെയെങ്കിലും വന്ന് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും നിങ്ങളെ പോലുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന പിൻപിലുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞ ഭാഗം വിടുക. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഹെബ്രോൻ ചർച്ച്. അതിനെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ തിരുവെടുത്താണ്, എല്ലാവർക്കും അറിയാം. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. അത് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പം കൊണ്ടല്ല, പ്രവചനത്തിൻ്റെ വിശേഷത കൊണ്ടാണ്. നമ്മൾ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്നൊക്കെ തരംതിരിക്കുന്നത് ആളിൻ്റെ വലിപ്പവും വരുന്ന വണ്ടിയും അവരുടെ കാശും ചുറ്റുപാടും നിലപാടും ഒക്കെ നോക്കിയ വലിപ്പ ചെറുപ്പമൊക്കെ നമ്മൾ മനുഷ്യരെ കരുതുന്നാൽ ദൈവം അങ്ങനല്ല. അപ്പോൾ വലിയ പ്രവാചകന്മാരുടെ നിരകിൽ നിൽക്കുന്ന വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകന്റെ വിശേഷത, ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഏതാണ്ട് ഉസിയാവിൻ്റെ ഉപ്പാപ്പനായിട്ട് വരും യെശയ്യാവ്. ഉസിയാവിൻ്റെ മകനാണല്ലോ യോദാം. യോദാമിൻ്റെ മകനാണ് ആകാശ്. ആകാശിന്റെ മകനാണ് യെഹിസ്കീയാവ് അല്ലെങ്കിൽ ഹിസ്കിയാവ്. ഹിസ്കിയാവിൻ്റെ മകനാണ് ഒരു മെനക്കേട് പയ്യനുണ്ടായിരുന്നു, മനേഷ്. അവന് വലിയ ചേർന്ന് തന്നെ പറയുന്നതാണ് നല്ലത്, മനേഷ്. അപ്പോൾ യെശയ്യാവ് ആമോസിന്റെ മകനാണ്. അപ്പൊ ഇവര് യോവാശിന്റെ 5 മക്കളിൽ ഇളയവനാണ് ആമോസ്. ആമോസിന്റെ മകനാണ് യെശയ്യാവ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ടയാളാണ്. പക്ഷെ ദൈവം പ്രവചനാത്മാവിൽ നിറച്ചു. യെശയ്യാ പ്രവാചകന്റെ വേറൊരു വിശേഷത, ഇങ്ങേര് പ്രവാചകന, അങ്ങേരുടെ ഭാര്യയും പ്രവാചകിയ, രണ്ടുപേരും പ്രവചനമാണ്. അത് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ വലിയ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. വേദപുസ്തകത്തിന് നമുക്കറിയാം 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിനും 66 അധ്യായങ്ങളാണ്. ഏറ്റവും വലിയ ഒറ്റ പുസ്തകം യെശയ്യാ പ്രവചനം. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പേര് അത് യെശയ്യാ പ്രവചനത്തിലാണ്. 8-ാം അധ്യായത്തിന്റെ 3. നിങ്ങൾക്കറിയാം, പേരും അറിയാം. എന്തുവാ? ഞാൻ പറഞ്ഞാൽ മിക്കവാറും തെറ്റും. അപ്പോൾ ദീർഘമായൊരു പേര്, ദൈവത്തിന് മഹത്വം. ആ പേരും യെശയ്യാ പ്രവചനത്തിലാണ്. ഇനി യെശയ്യാ പ്രവാചകന് വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷ പ്രയോഗം, ഇദ്ദേഹം സുവിശേഷ പ്രവാചകനാണ്. സുവിശേഷ പ്രവാചകൻ. എന്തുവാ ഈ സുവിശേഷ പ്രവാചകൻ എന്ന് പ്രത്യേക നാമം കൊടുക്കാൻ കാര്യം? അത് മറ്റൊന്നുമല്ല, ഇദ്ദേഹമാണ് നന്നായിട്ട് സുവിശേഷം പറഞ്ഞയാള്. എല്ലാവരും സുവിശേഷം പറഞ്ഞു, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുമൊക്കെ സുവിശേഷം അറിയിച്ചെങ്കിലും ആ സുവിശേഷം അടുക്കടുക്കായിട്ട് പ്രവചനാത്മാവ് നിറഞ്ഞ് പ്രവചിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സ്ഥിരീകരിച്ച പ്രവാചകനാണ് യെശയ്യാവ്. എന്താ സുവിശേഷം? അത് നിങ്ങൾക്കറിയാം. ഈ ദിവസങ്ങളിലെല്ലാം അഭിഷിക്തരായ ദൈവദാസന്മാരിൽ കൂടി ആ സുവിശേഷം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക. സുവിശേഷം മതം മാറ്റുന്ന മാർഗമല്ല, ഒച്ചപ്പാടും ബഹളവും ഒന്നുമല്ല, ആൾക്കാരെ ഇട്ട് തുള്ളിക്കുകയും ബഹളം ഉണ്ടാക്കിയല്ല, വാക്കുകളെടുത്ത് അമ്മാനമാടുകയല്ല, പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കുന്നതുമല്ല, ആമ മൈക്കിൻ്റെ ഓളിയം കൂട്ടുകയും ആമ ഇവിടെ താഴെ നിൽക്കാതെ ആമ ഓടി നടക്കുന്നതല്ല. ഇതൊക്കെ നടന്നോട്ടെ. സുവിശേഷം എന്ന് പറഞ്ഞത് മതം മാറ്റമല്ല, ആമൻ ആൾക്കാരെ കൂട്ടുന്ന ഒന്നുമല്ല, ഒരു സംഘടനയല്ല. സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം.
സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗം മഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശുയാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം സ്വർഗം വിട്ട് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇടയ്ക്കിടയ്ക്ക് മാണിച്ച ഈരണ്ട് ശീല പാടുവേ. എന്ത് ചെയ്യാം, മാണിച്ചൻ പിന്നെയും പോയോ? ഈരണ്ട് ശീല പാടും. നന്നായിട്ടൊന്നും പാടാൻ അറിയാൻ മേല. ഇവരൊക്കെ നന്നായിട്ട് നമ്മുടെ പാട്ട് അവരൊക്കെ നന്നായിട്ട് അത് ചിട്ടയോടെ പഠിച്ചു വരാ. പിന്നെ ഞാൻ പാടുകല്ല, അങ്ങ് പറയുക. ഇന്നാളൊരു തള്ള പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് ഈ കാറുന്ന എന്തിനാന്ന്. പാടുന്നെന്ന് പോലും അമ്മ പറഞ്ഞില്ല. നിങ്ങളോട് രണ്ടുകൂടെ കടന്ന് കാറ് എന്നാൽ അങ്ങ് സന്തോഷം കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗം വിട്ട് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട ഒറ്റ വാചകമേ ഉള്ളൂ. യേശുവേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ പാപത്തെ മോചിക്കണം, എന്നെ അങ്ങടെ മകളാക്കി മകനാക്കി തീർക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. ആ രക്ഷിക്കാൻ വല്ലഭത്തമുള്ള നസറയനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വെളിപ്പാട് പുസ്തകം പിടിക്കുമ്പോൾ വലങ്കയിൽ പിടിച്ച് നിലവിളക്കേണ്ട നിലവിൽ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയും ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുക. അപ്പൊ ശ്രദ്ധിക്കുക, ആ സുവിശേഷം യേശു ക്രിസ്തു, ആ സുവിശേഷത്തെ പറ്റി അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യേശു ക്രിസ്തുവിന്റെ ജനനം, ആ ജനനം കഴിഞ്ഞുള്ള ജീവിതചര്യ, വളർച്ച, ഭക്ഷണക്രമം, കർത്താവിന്റെ ശുശ്രൂഷ, അത് ആദ്യം എവിടെ ശുശ്രൂഷിക്കും, ഏത് സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കും, ശുശ്രൂഷയുടെ വിധങ്ങൾ, ആ ശുശ്രൂഷയിൽ എന്തൊക്കെ സംഭവിക്കും, തൻ്റെ കുടുംബ പശ്ചാത്തലം, അതുപോലെ തന്നെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ കഷ്ടാനുഭവങ്ങൾ, ആ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങൾ, അവിടുത്തെ തിരുമരണം, ആ മരണസമയത്ത് നടക്കുന്ന ചില പ്രത്യേക സംഭവങ്ങൾ, ഒടുവിൽ അവിടുത്തെ അടക്കം, അവിടുത്തെ പുനരുത്ഥാനം, അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നത്, ആ സ്വർഗത്തിലെ ചില വിഷയങ്ങൾ, സ്വർഗീയ വിഷയങ്ങൾ കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്, മഹത്വ പ്രത്യക്ഷത, അതിനുശേഷമായിട്ട് 1000 ആണ്ട് വാഴ്ച എന്ന് വേണ്ട ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. മറ്റു പ്രവാചകന്മാരെല്ലാം ഈ കാര്യങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ക്രിസ്തുവിന്റെ 2ാം വരവിനെ പറ്റിയും 2ാം വരവിന്റെ 2ാം വരവിന്റെ 2ാമത്തെ ഘട്ടത്തെ പറ്റിയൊക്കെ അടുക്കടക്കായി പ്രവചിച്ചപ്പോൾ അവൻ യെശയ്യാ പ്രവാചകൻ ഓർഡറിൽ പ്രവചിച്ചയാളാണ് യേശുവിനെ പറ്റി, സുവിശേഷം. ആ സുവിശേഷം യേശു ക്രിസ്തു. ഈ സുവിശേഷം വന്നത് ഇന്ന് രാത്രി നമുക്ക് രക്ഷയും മാന്യതയും വിടുതലും ഉണ്ടായത്. സുവിശേഷം വന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും അന്തസ്സോട് ഇവിടെ ഇരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാനും പോകാനും വരുവാനും യാത്ര ചെയ്യുവാനും യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുവാനും വിദ്യ അഭ്യസിക്കുവാനും ആമേൻ സ്തോത്രം മറ്റുള്ളവരെ പോലെ നമുക്കും ആ നിലയിൽ ജീവിക്കുവാൻ വളരുവാൻ ആയിത്തീർന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എവിടെ ഉയർത്താൻ പറ്റിയ ഒന്നേ ഉള്ളത് സുവിശേഷമാണ്. ആരോടും പറയാൻ പറ്റിയ ഒന്നേ ഉള്ളത് സുവിശേഷമാണ്. ഏത് വ്യക്തിയോടും പറയാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. എവിടെയും ഉയർത്താൻ പറ്റുന്നത് സുവിശേഷമാണ്. സ്തോത്രം. അത് അവസരം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞോണം. അതിനാരുടെ മൂപ്പൊന്നും ചോദിക്കരുത്. സുവിശേഷം മുക്കവലയിലും ഒക്കെ നിന്ന് പറയുന്നത് ധാരാളം ആർക്കാനുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കണം, അങ്ങ് പറഞ്ഞേച്ച് പോയാൽ മതി. ഇഷ്ടമുള്ളവര് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ ചെല്ല് പറയും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ച കാര്യം ഇഷ്ടമുള്ളവർ അംഗീകരിക്കട്ടെ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ. പറയേണ്ട ചുമതല നമ്മുടേതാണ്. അപ്പോൾ ആ സുവിശേഷം അതെ അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം
ആ സുവിശേഷത്തെ പറ്റി നന്നായിട്ട് പ്രവചിച്ചയാളാണ് യെശയ്യാവ്. നമുക്കറിയാം, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു, കന്യാസൂനുവായിട്ടായിരിക്കും ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്നത്. അങ്ങനെയാണല്ലോ 7-ാം അധ്യായത്തിന്റെ 14 വായിക്കുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 7:14 പെട്ടെന്ന് വായിച്ചു. 7:14 കടികടാന്ന് വാക്യം വായിക്കണം, സമയമില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കടികടാന്ന് വായിക്കുന്ന എനിക്കൂടെ വിടവ് തരണം. അപ്പം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അപ്പൊ കന്യാസൂനുമായി ഈ ഭൂമിയിൽ ക്രിസ്തു അവതരിക്കും. അത് ദീർഘദർശനത്തോടെ പ്രവചനാത്മാവിൽ കണ്ട് പ്രവചിച്ചയാളാണ് യെശയ്യാ പ്രവാചകൻ. പണ്ട് തർക്കം നടന്ന കാലത്ത് ഒരാൾ ചോദിച്ചു, കന്യക എങ്ങനെ ഗർഭിണിയാവുമെന്ന്. അപ്പൊ അതിന് മറുപടി വേറൊരാള് മറുപടി പറഞ്ഞു. സ്തോത്രം. അപ്പൊ പുള്ളി പറഞ്ഞു, ഇതിനകത്തൂടെ കൊച്ചു വരുന്നെങ്കിൽ കന്യക ഗർഭിണിയാവാൻ വലിയ കുഴപ്പമൊന്നും. മനസ്സിലായി? അത് കേട്ട പ്രശ്നം. ചെവിക്കകത്തോടെ ഒരു കൊച്ചു പുറത്ത് വരുന്നെങ്കിലേ കന്യക ഗർഭിണിയാകുന്നതുകൊണ്ട് വലിയ അതിശയോക്തിയൊന്നും ഇല്ല. അതിലും കുറച്ചുകൂടെ ഇതാ യോജിക്കാൻ പറ്റിയത്. സ്തോത്രം. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവതരിക്കും. അത് കൃത്യത്തിന് പ്രവചിച്ചയാളാണ് യെശയ്യാവ്. മാത്രമല്ല ക്രിസ്തുവിന്റെ ദൈവത്വം അത് തെളിയിച്ചതും യെശയ്യാവ. വായിച്ചേ 9:6. യേശു ക്രിസ്തു ദൈവമാണെന്നും തെളിയിച്ചത്, അത് പ്രവചിച്ചത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടു. നമുക്ക് നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞല്ലോ, എന്തോ പ്രസംഗം കൊള്ളുകയല്ലെന്നായിരിക്കും. എന്തോ പറഞ്ഞു ലാലു? പറഞ്ഞു ചെവി കടിച്ചു തന്നെ ഞാൻ കണ്ടു. ഇപ്പം മറ്റേ എല്ലാം ഒരു നാശപുത്രൻ അവിടെ ചെന്ന് ബോംബ് പൊട്ടിച്ചുകൊണ്ട് പേടിയാ. പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണ്ടേ, എന്തുവാ ഒപ്പിക്കുന്നറിയാൻ മേല. അപ്പം അതുകൊണ്ട് ദോഷം വല്ലതും ആണെങ്കിൽ ഇറങ്ങി ഓടാലോ എന്ന് ഓർത്ത് ഞാൻ മടി നോക്കുകയായിരുന്നു. കുഴപ്പമില്ല. അപ്പം പിന്നെ ആട്ടെ. അപ്പം ശ്രദ്ധിക്കുക, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. അവിടുന്ന് ദൈവമാണെന്ന് പ്രവചിച്ച പ്രവാചകനും കൂടായ യെശയ്യാവ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവിടുത്തെ അവന്റെ തോളിലിരിക്കും. അടുത്തത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. മതി. യേശു ക്രിസ്തു ദൈവമാണെന്നാ തെളിയിക്കുന്നത്. ചില പൊട്ടന്മാര് പറയുന്നത് ദൈവം അല്ലെന്നാ.
സ്തോത്രം. യേശു ഈ ഒറ്റ വാക്യം മതിയല്ലോ. ഇത് യേശുക്രിസ്തുവിനെ പറ്റിയായി പ്രവചന ദൂത്. അത് പ്രവചന ദൂത് പറഞ്ഞിട്ട് പറയുക, അവിടുന്ന് ആമൻ സ്തോത്രം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തു ദൈവമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു അവിടുന്ന് മഹാദൈവമാണ്. തോമാസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. യേശുക്രിസ്തു ദൈവമാണ്. അവിടുന്ന് സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏക ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിച്ച ആളും കൂടാണ് യെശയ്യാ പ്രവാചകൻ. അങ്ങനെ അടുക്കിടയ്ക്ക് ഇനി ആ ജനനം കഴിഞ്ഞ് വളരുന്ന സമയത്ത് കടിക്കുന്ന ഭക്ഷണം വരെയാണ് പുള്ളിയാ പ്രവചിച്ചത്. 7:14 ഒന്നുകൂടെ വായിച്ചു. ഭക്ഷണക്രമം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അടുത്തത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പിന്നെ അവൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. സ്തോത്രം. ഉണ്ടോ? സ്തോത്രം. അപ്പോൾ ആ കാര്യവും പ്രവചിച്ചത് യെശയ്യാവാണ്. മാത്രമല്ല അവിടുത്തെ ശുശ്രൂഷയുടെ വിശേഷതകള്, യേശുവിന്റെ കന്നിപ്രസംഗം, ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ യേശു പ്രസംഗിക്കും. അതാണ് യെശയ്യാ പ്രവചനം 9:1-2. അതും പ്രവചിച്ചത് യെശയ്യാവാണ്. വായിച്ചോ 9:1. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബുലൂൻ ദേശത്തിനും നപ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നെത്തിയവൻ കടൽ വഴിയായി യോർദാൻ കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം അതിനെപ്പറ്റി പ്രവചിച്ചതും ആമേൻ യെശയ്യാ പ്രവാചകനാണ്. ഇനി മാത്രമല്ല ശുശ്രൂഷ, അത്ഭുതങ്ങളുടെ ശുശ്രൂഷ. 35-ാം അധ്യായത്തിന്റെ 5-6 ഒന്ന് വായിച്ചാട്ടെ. യേശുവിന്റെ ശുശ്രൂഷയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, വിടുതലുകൾ, അതും ആത്മാവിൽ കണ്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. 35-5-6 പെട്ടെന്ന് വായിച്ചാട്ടെ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കത്തില്ല. അന്നും മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. അപ്പോൾ അവിടുത്തെ അവൻ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ അതും പ്രവചിച്ചത് യെശയ്യാവാണ്. മുടന്തർമാൻ നിന്നെ പോലെ ചാടിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാൻ നിന്നെ പോലെ ചാടിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴുകും മാനുഷ ശാപമശേഷം വരുന്നു പരമേശൻ, ഇപ്പാലിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ, ഇപ്പാലിൽ ഭരണം പരമേൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമ്പം അതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമ്പം അതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ് വരുന്നു പരമേശൻ, ഇപ്പാലിൽ ഭരണം പരമേൽ. വരുന്നു പരമേശൻ, ഇപ്പാലിൽ ഭരണം പരമേൽ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാന് ഇങ്ങനെ പറഞ്ഞ് പാടി പ്രസംഗിച്ചാൽ ഇന്ന് 11 ആയാലും പോക്ക് നടക്കുകയല്ല മാണിച്ച. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു, എനിക്ക് 8 മണിക്ക് സമയം തരുമോ എന്ന് ചോദിച്ചു. അത് തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. 8 മണിക്ക് തന്നല്ലോ. അപ്പം അങ്ങനെ നേരത്തെ ചോദിച്ചാൽ പറഞ്ഞു 9:30 9:45 കുഴപ്പമൊന്നുമില്ലെന്ന്. വേണ്ട, അപ്പം പെട്ടെന്ന് അങ്ങ് നിർത്താം. അതുകൊണ്ട് കമ്പിവാചകം പോലെ പോവുക.
അപ്പൊ ശ്രദ്ധിക്കുക, ഈ യെശയ്യാ പ്രവാചകന് സുവിശേഷ പ്രവാചകൻ എന്ന് പറയാൻ ഉള്ള കാരണങ്ങളാ ഈ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ഭക്ഷണക്രമം, അവിടുത്തെ യാത്ര, അവിടുത്തെ ശുശ്രൂഷയുടെ വിശേഷതകൾ, ഇതെല്ലാം അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് ഏതാണ്ട് 24 മണിക്കൂറിൽ 33 പ്രവചനം നിറവേറി. 24 മണിക്കൂർ കൊണ്ട് 33 പ്രവചനം ആ കർത്താവിന്റെ തിരുമരണ സമയത്ത് നിറവേറി. ആ 24 മണിക്കൂറിൽ 33 പ്രവചനം നിറവേറിയതിൽ 10 പ്രവചനവും നടത്തിയത് യെശയ്യാവാണ്. അതിപ്പോൾ എല്ലായിടത്തും വിസ്തരിക്കാൻ നേരമില്ല, വിഷയം വേറെ ആയതുകൊണ്ട്. എവിടെ അടക്കും? അവൻ അവിടുത്തെ മുഖത്തെ തുപ്പുന്നത്, അവൻ അവിടുന്ന് നിന്ദിക്കപ്പെടുന്നത്, അവിടുന്ന് സമ്പന്നന്മാരോട് കൂടെ അടക്കപ്പെടുന്നത്, അവിടുന്ന് നിന്ദനായി തീരുന്നത്, ഇങ്ങനെ അടുക്കടുക്കായിട്ട് അതെല്ലാം ഓർഡറിൽ പ്രവചിച്ചയാളാണ് യെശയ്യാവ്. ആട്ടെ, ആ ഭാഗം അങ്ങനെ പറഞ്ഞെങ്കിൽ നിർത്തുക. അതുകൊണ്ട് അദ്ദേഹം സുവിശേഷ പ്രവാചകനാണ്. ഇന്ന് രാത്രി ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയാ, എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പള്ളി പണിത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല, കുരിശും തൊട്ടിക്ക് തലം കൊടുത്തുകൊണ്ടും സ്വർഗത്തിൽ പോവുകയല്ല. പെന്തിക്കോസ് ഹോള് വെക്കാൻ 5 സെന്റ് തലം അധികം കൊടുക്കുകയല്ലോ, ഉണ്ടെങ്കിലും കൊടുക്കുകയല്ല. അത് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. സഭയ്ക്കകത്ത് ഫാൻ മേടിച്ചിട്ടുകൊണ്ട് കാറ്റ് കൊണ്ടിരിക്കാൻ സ്വർഗത്തിൽ പോവുകയല്ല. അതെല്ലാം നല്ലതാ. സ്വോത്രകാഴ്ച ഇട്ടത് നല്ലതാ, ഇട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. ഉപദേശിമാർക്കും അച്ഛന്മാർക്കും മെത്രാന്മാർക്കും അല്ലെങ്കിൽ പാസ്റ്റർമാർക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാ, കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. പള്ളിയുടെ അടുത്ത വീട്, പെന്തിക്കോസുകളിനോട് ചേർന്നാ ഞങ്ങളുടെ വീട്, സ്വർഗത്തിൽ പോവുകയല്ല. അപ്പച്ചൻ പാസ്റ്റർ, വല്യപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ, നല്ല കാര്യം. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തോമസ് ലീഗ വന്നെന്നും പറഞ്ഞ് നടന്നാൽ നീ സ്വർഗത്തിൽ പോവുകയല്ല കുഞ്ഞുഞ്ഞമ്മേ. തോമസ് പരികോ വരാതിരിക്കുക, അത് വേറൊരു വിഷയം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. വീട്ടിൽ അച്ഛനുള്ളത് കൊണ്ടോ, മെത്രാനുള്ളത് കൊണ്ടോ, തിരുമേനിയോ അയ്മേനിയോ ചെമ്മാച്ചനുള്ളത് കൊണ്ടോ, കന്യാസ്ത്രീ ഉള്ളത് കൊണ്ടോ, പാസ്റ്റർമാരുള്ളത് കൊണ്ടോ, അച്ഛനുള്ളത് കൊണ്ടോ, മെയിൻ പാസ്റ്റർമാരുള്ള സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, നസറയനാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്ക്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ആ സുവിശേഷം ശക്തമായി പ്രവചിച്ച ആളാണ് യെശയ്യാ പ്രവാചകൻ. അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നുകൂടെ പറയാറുണ്ട്. ആ ഭാഗമൊന്നും ഇനി വിവരിക്കുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. ഇന്ന് രാത്രിയില് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന്റെ കരം വന്നാൽ, ദൈവത്തിന്റെ കരം സ്പർശിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതാ. അദൃശ്യനാകുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുന്ന രാത്രിയാകണം. ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റ് ഇന്ന് രാത്രി ഇവിടുന്ന് തിരിച്ചു പോകാമോ? ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഇവിടെ വായിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിപ്പോയിട്ടില്ല. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്നവരായി എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ, വിശേഷിച്ച് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ കർത്തദാസന്മാർ, സദസ്സിലുള്ള ദൈവദാസന്മാർ, ഇപ്പോഴൊക്കെ ഈ ഉപദേശിമാരെക്കാളും നല്ല തിട്ടമാ വിശ്വാസികൾക്ക്. ഞങ്ങളെക്കാളും നല്ല തിട്ടമുണ്ട് നിങ്ങൾക്ക് വേദപുസ്തക സംബന്ധമായി. അങ്ങനെയുള്ള മാധ്യമങ്ങളും സാഹചര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങൾ പൊട്ടത്തെറ്റ് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, പറയുന്നതെല്ലാം മെഡലത്തരവാ. പിന്നെ ഉപദേശിയാണല്ലോ, ദൈവദാസനാണല്ലോ എന്നോർത്ത് നിങ്ങൾ മൗനം ദീക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇവിടെ പൊട്ടത്തെറ്റാ പറയുന്ന അപ്പൊ അടുത്തിരിക്കുന്ന, നീ ഉണ്ടായിരിക്കും, ദൈവദാസന്മാരോട് അങ്ങനൊന്നും കയറി നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പം ഞങ്ങളെക്കാൾ നന്നായിട്ട് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ അപഗ്രഥിച്ച് പഠിച്ചേച്ചായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളിരിക്കുന്നത് ചിലര് ബലപ്പെടാനൊന്നുമല്ല, ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ഇരിക്കുക, ഒക്കുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ അതൊക്കെ. അപ്പം ഞാൻ എന്നാലാവും ഇത് ഒപ്പിക്കാനാ
നിൽക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ വ്യവസ്ഥ ഉപവാസ പ്രാർത്ഥനയെ പറ്റിയാ. ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം, ആര് ഉപവസിക്കണം, ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം, വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസം, വ്യവസ്ഥ പ്രകാരം ഉപവസിച്ചാൽ എന്തൊക്കെ ലഭിക്കും, അതാണ് 58-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം മുതൽ ആ കാര്യങ്ങൾ വളരെ കർക്കശമായിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 58-6 മുതൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി നിങ്ങൾ ആ ഭാഗമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അറിവുള്ളവരും അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, അതാണ് 58-ലെ വിഷയം ഒടുവിൽ കാണുന്നത്. ആ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ഞാനിങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നീ ചഞ്ചലിക്കരുത്, പതറരുത്, നിരാശപ്പെട്ടു പോകരുത്. 59 പറയുക, ആമൻ, ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. പലവിധ വിഷയങ്ങളിൽ ഇറങ്ങി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവമക്കളോടും ഇന്ന് രാത്രി ഒരു ദൂത് പറയുകയാം. ആമൻ, നീ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ചഞ്ചലിക്കരുത്. ഇന്ന് രാത്രി നിന്നെ രക്ഷിച്ച് വിടുവിച്ച് ആമൻ രക്ഷിച്ച ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന. ശ്രദ്ധിക്കുക, ഈ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിന്റെ ഒരു വിശേഷത, അത് അലങ്കാര ഭാഷയിലാ പറഞ്ഞിരിക്കുന്ന ഉപമകളായിട്ട് പല കാര്യം പറഞ്ഞു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ കൈയുടെ ഒരു വിശേഷത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. ഉത്തമഗീതം 5-14. പെട്ടെന്ന്. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. ഈ ഷൂപാസ്റ്റ് വായനയും പാട്ടും കൂടെ ഒക്കുകയല്ല, ആരെങ്കിലും ഒരാളെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. സ്തോത്രം. ചടിയടാന്ന് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഇഷ്ടം പോലെ വാക്യം തരും. ആരുമില്ല. ചെല്ലി ചിന്തിക്കുന്ന ആര് വായിച്ചാലും അയാൾ വല്ലതും ഒക്കെ പറയാം, പിന്നെ വായിക്കാതിരിക്കുന്നതാ നല്ല. അല്ല, നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ മേലായിട്ടൊന്നുമല്ല, ഉള്ള വെളുക്കോളം വായിക്കുന്ന ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. ആട്ടെ, ഇനിയിപ്പം നമ്മൾ തന്നെ ഒരാൾ പറഞ്ഞ പോലെ സിനിമാ കോട്ട പണിയുകയും ചെയ്യണം, അഭിനയിച്ചും കാണിക്കണം. പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത ഇവിടെ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. മോനെ മൈക്ക് എനിക്ക് ഇച്ചിരൂടെ ഒരു എനിക്ക് പറയാൻ അറിയാൻ മേല. വീട് വായിക്കും. ഇംഗ്ലീഷ് ഒന്നും വശമില്ലതാ. മലയാളത്തിൽ എങ്ങനെ അത് പറയുന്നേ? എനിക്ക് മലയാളം പറഞ്ഞാലേ അറിയാം. എന്ത് മനസ്സിലായല്ലോ, അതറിഞ്ഞാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടുത്തെ തൃക്കരത്തിന്റെ വിശേഷത കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പല ആൾക്കാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഇടയച്ചെറുക്കൻ, 2 ഒരു പെൺകുട്ടിയുണ്ട് ശൂലേമി, പിന്നെ അവളെ പ്രസവിച്ച ഒരമ്മ, പിന്നെ അവളെ പോറ്റിയ ഒരമ്മ, പിന്നെ അമ്മയുടെ പുത്രന്മാര്, ഇങ്ങനെ പല കക്ഷികള് ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ലോകത്തിന്റെ ദാടിമോടിയുടെ അവൻ നെടലായിട്ട് നിൽക്കുന്ന ശലോമോനുമുണ്ട്. ഇതൊക്കെ ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വ്യക്തികൾ. ദൈവത്തിന്റെ മകൻ സുഖമായി വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കുത്തുന്നത് കൊണ്ടായിരിക്കും, എന്തോ മോനെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ അവൻ ആ ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. അവിടെ ഒരു സഹോദരിയെ പറ്റി കാണുന്നുണ്ട്, ശൂലേമി. അവളെ പ്രസവിച്ച് അമ്മ ആ നാരകത്തിന്റെ ചുവട്ടിലിട്ട് ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് അവൻ നാരകത്തിന്റെ ചുവട്ടിൽ ചോര പൊതിഞ്ഞ് അവൻ കണ്ണുമെല്ലാം അടഞ്ഞ് മരണപത്രത്തിൽ അകപ്പെട്ട് അവൻ എൻ്റെ ഭാഷ പറഞ്ഞ മാക്കെന്ന് കരഞ്ഞ് ഒടുവിൽ കരയാൻ കെൽപ്പില്ലാതെ മരണപത്രത്തോളം അടുത്ത് കിടന്നപ്പോൾ
ആടുകളെ തീറ്റി നടന്ന ഒരു ഇടയച്ചെറുക്കൻ ഈ കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഈ ചോരക്കുഞ്ഞിന്റെ അടുത്ത് വന്ന് ചോര അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ഈ ചോരക്കുഞ്ഞിനെ ആമ കോരികെടുത്ത് ഒപ്പി ആമ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ചോരയെല്ലാം ഒപ്പി തുവർത്തി തുടച്ച് ആമ വൃത്തിയാക്കി മാറോട് ചേർത്ത് വീട്ടിൽ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത ഇടയച്ചെറുക്കൻ. ആ ഇടയച്ചെറുക്കനെ പറ്റിയാണ് 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അടിക്കടിക്കായിട്ട് അങ്ങോട്ട് പറയുന്നത്. ഈ ശൂലേമി, ആ ശൂലേമി ആരാന്ന് ചോദിച്ചാൽ ശൂലേമിയായിരിക്കുന്നത് ശൂലേമിയുടെ ഇരിപ്പ് കണ്ടിട്ട് പ്രസംഗിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിന് പോലും ദയ തോന്നിയില്ല. എല്ലാവരാലും തള്ളപ്പെട്ട് കിടന്നതായിരുന്നു ഞാനും നിങ്ങളും. ആർക്കും നമ്മളോട് അലിവ് തോന്നിയില്ല. അന്നേരം നല്ല ഇടയനാകുന്ന യേശു, ശ്രേഷ്ഠ ഇടയനാകുന്ന യേശു, അവ ഉന്നതനാകുന്ന യേശു അടുത്ത് വന്ന് നമ്മളെ കോരി എടുത്ത് അവിടുത്തെ ആമേൻ മാറോട് ചേർത്ത് മുത്തം തന്നു. ആമേൻ ജീസസ്. സ്തോത്രം. സ്തോത്രം. ആ ശൂലേമി ഇങ്ങനെ ഇരുന്നാ പോരാ. ആമേൻ. ഞാന് നിങ്ങളെ ഇളക്കുന്നില്ല, നിങ്ങൾ വേണേ ഇളകിയാ മതി. ദൈവത്തിന്റെ മകത്ത് എന്തായാലും ആ ശൂലേമിയുടെ മട്ട് ദൈവം മാറ്റി തന്നു. ശൂലേമിയായി മമ്മ മാതാവേ, ശൂലേമിയായി മമ്മ മാതാവേ, ശൂലേമിയായി മമ്മ മാതാവേ, ശൂലേമിയായി മമ്മ മാതാവേ, ശാലനായകൻ നമ്മൾ പിതാവേ, ശാലനായകൻ നമ്മൾ പിതാവേ. ശൂലേമിയായി മമ്മ മാതാവേ, ശൂലേമിയായി മമ്മ മാതാവേ, ശാലനായകൻ നമ്മൾ പിതാവേ, ശാലനായകൻ നമ്മൾ പിതാവേ. അതെ, ശ്രദ്ധിക്കുക. ആ ശൂലേമിയുടെ കാന്തനാകുന്ന രക്ഷിച്ച ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് 5-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ അംഗപ്രത്യംഗ വർണ്ണന അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴല. ഇനി 5-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചാട്ടെ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പിന്നെ ശിരസ് അതിവിശേഷമായ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. വായിച്ചോ പോരെ. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അടുക്കിടക്കായിട്ട് വായിക്കുമ്പോൾ അംഗപ്രത്യംഗ വർണ്ണനയാണ്. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. 2 ലോഹങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളിൽ പതിച്ചിരിക്കുന്നു. ഇതിനെപ്പറ്റി വേദപണ്ഡിതാക്കൾ പറയുന്നത് 2 കൈയും 2 ലോഹമാണ്. ഒന്ന് ഗോമേതകം, ഇങ്ങേ കൈ സ്വർണം. ചിലർ പറയുന്നത് ഒരു കൈയിൽ തന്നെ 2 ലോഹങ്ങൾ പതിച്ചെന്ന. സ്വർണവും ഗോമേതകം, ഈ 2 ലോകം 2 വിഷയത്തെ കുറിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആമേൻ. ഈ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു. കാരണം ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹ്റോന്റെ സ്ഥാന വേക്ഷ വിഭൂഷിതനായി താൻ ഇറങ്ങി വരും. അപ്പോൾ തൻ്റെ വസ്ത്രത്തിന്റെ വിശേഷതകൾ പലതാ. നീളക്കുപ്പായോ, നടുക്കെട്ടും, നിലയങ്കിയും, തലക്കെട്ടും, പിന്നെ ഉള്ളങ്കിയും മേലങ്കിയും എന്ന് വേണ്ട അതെല്ലാം ഇട്ട് പുള്ളി ആണ്ടിലൊരിക്കൽ വരവുണ്ട്. ചുമ്മാ നിൽക്കുന്നവൻ വെക്കും. പുള്ളിയുടെ വരവ് കാണുമ്പോൾ വെറുതെ വഴിയിൽ കൂടെ പോകുന്നവനും. അപ്പൊ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനൊരു വരവുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനവേക്ഷ വിഭൂഷിതനായിട്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മേർപ്പതക്കത്തിൽ കല്ലുകളുണ്ട്. ആ കല്ലിൽ ഒന്നാണ് ഗോമേതക കല്ല്.
ഈ ഗോമേലകം എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ഗോമേലകം ന്യായവിധിക്ക് നടല. കാരണം ഈ ഗോമേലകം ആ ദാൻ ഗോത്രത്തിന് നടല. ദാൻ ഗോത്രത്തെ പറ്റി പ്രവചനാത്മാവി പറയുന്നത് ഈ ദാൻ അവൻ ന്യായവിധിക്ക് നടലായിട്ട് നിൽക്കുക. അതാണല്ലോ ഗോത്രപിതാവാകുന്ന യാക്കോബ് ഗോത്ര സമുച്ചയങ്ങളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ച് പറയുമ്പോൾ ആ ദാനിനെ പറ്റി പറയുന്ന വാക്യമാണ് 49 അധ്യായത്തിന്റെ 17 വാക്യം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ യാക്കോബ് ദാനിനെ പറ്റി പറയുന്ന ആ ഭാഗം വായിക്കാം. 49:17. ദാൻ വടിയിലൊരു പാമ്പും, ദാൻ വഴിയിലൊരു പാമ്പും, ദാൻ വടിയിലൊരു പാതയിലൊരു സർപ്പവുമാകും. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. പുറത്തു കയറിയവൻ മലർന്നു വീഴും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. അപ്പൊ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. കുതിര പുറത്തിരിക്കുന്നവൻ പൊത്തോന്ന് താഴെ വീഴും. മനസ്സിലായല്ലോ? ഇപ്പൊ അത്ര പറയുന്നുള്ളൂ. അതുകൊണ്ട് കുതിരപ്പുറത്തിരിക്കുന്നവനെ കണ്ടേച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയല്ല. താഴെ വീഴുമെന്ന പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോ ഷൂ പാസ്റ്റേ. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. ദാൻ വഴിയിലൊരു പാമ്പും, ദാൻ വഴിയിലൊരു പാമ്പും, പാതയിലൊരു സർപ്പവുമാകുന്നു. പിന്നെ അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. പുറത്ത് കയറിയവൻ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ പൊത്തോന്ന് താഴെ. അതുകൊണ്ട് കുതിരയെയും കുതിരപ്പുറത്തിരിക്കുന്നവനോടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. കുതിരയെയും കുതിരപ്പുറത്തിരിക്കുന്നവനെയും എന്നെയും നിന്നെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രതാരങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഈ കാണുന്ന സകല അണ്ടകടാകത്തെയും ചരാചരങ്ങളെയും ഭൂചരഗേചര വസ്തുക്കളെ അവൻ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. അവിടുന്ന് ഉന്നതനാണ്, മഹത്വമുള്ളവനാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കേണ്ടത് സത്യദൈവത്തോടാ. ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു ദൈവം, അത് സർവജ്ഞനായ ദൈവം. ഒരേ ഒരു മധ്യസ്ഥൻ, യേശുക്രിസ്തു മാത്രം. ഒരേ ഒരു പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് നീയല്ലോ ഏക പരിശുദ്ധൻ. ഒരേ ഒരു നായകൻ, അവിടുന്ന് രക്ഷാനായകൻ, ജീവനായകൻ, വിശ്വാസത്തിന്റെ നായകനാകുന്ന നാസറയനാകുന്ന യേശു. ആ കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ആദികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. ആദികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ
അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, നീ കുതിരയോടും പ്രാർത്ഥിക്കരുത്, കുതിരപ്പുറത്തിരിക്കുന്നവനോടും പ്രാർത്ഥിക്കേണ്ട, കഴുതപ്പുറത്തിരിക്കുന്നവനോടുമല്ല, ആമൻ പോത്തിന്റെ പുറത്തും കാളയുടെ പുറത്തും ഇരിക്കുന്നവനോടല്ല, ആമൻ ഒരുത്തരോടുമല്ല പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ഇന്ന് രാത്രി ആ ദൈവം നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. യേശുക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാണ്. എടാ, ഈ മനുഷ്യൻ ആ ജാതിയെല്ലാം ഉണ്ടാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറരുത്, പോകരുത്, വരരുതെന്ന് ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. എഴുത്തച്ഛൻ പണ്ട് എഴുതി വെച്ചല്ലോ, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാട്യോഗമെന്നിങ്ങനെ നീടുന്ന ജാന്തരെ. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാട്യോഗമെന്നിങ്ങനെ നീടുന്ന ജാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ച് പോകിലും ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും നന്നല്ല ദേഹം. ചക്ഷുശ്രവണകളെ സമാന്തര ദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതതാ ഭോഗങ്ങൾ തേടുന്നു. ത്വക്മാംസ രക്താസ്തി പിൻമൂത്രരേതസ. പണ്ട് പഠിച്ചതാ. ചക്ഷുശ്രവണ കലസ്തമാൻ ദർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രതമാം ലോകവും ആലോല ചേതതാ ഭോഗങ്ങൾ തേടുന്നു. രക്താസ്തി പിൻമൂത്രരേതസാം. സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള നിരുദ്രുവന്റെ ഗോപിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതെന്ന് നീ. അപ്പൊ എടുത്തച്ഛൻ കൊടുത്തിരിക്കുക ബ്രാഹ്മണോകം. അല്ല, അവര് നടന്നു വരുമ്പോ വേറെ ആരും മടി നിൽക്കാനൊക്കെയല്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞ പിള്ളേര് നിന്നെ എടുത്ത് ഞാനങ്ങോട്ട് വരിക, ആരും നിൽക്കരുത് പറഞ്ഞാൽ നിന്നെ തത്തിക്കും. എന്താ കാര്യം? ബ്രാഹ്മണോകം നരേന്ദ്രോകം അഢ്യോഗമെന്നിങ്ങനെ ആമ്രേഡിതം കലർന്നിടുന്ന ശാന്തര. മനുഷ്യനായി ഇതെല്ലാം ഒപ്പിച്ചു വച്ചത് ഏതാണോ? മനുവോ? മനുവാന്നല്ലോ ഒപ്പിക്കുന്നേ. മനു ഒപ്പിച്ചു വെച്ച വികൃതിയായത് ഏതാ? ഈ നാശക്കൊള്ളിയെല്ലാം കൂടെ മനുഷ്യന് വഴിയിലിറങ്ങി നടക്കാൻ മേല. അവര് വരുമ്പോ ഹോയ് ഹോയ് എന്ന ശബ്ദം ഉണ്ടാക്കും. അന്നേരം ഓടി വല്ല പള്ളക്കകത്ത് കയറി ഇരുന്നോണം, ഇല്ല വെട്ടുകുഴിയിലെടുത്ത് ആടിക്കോണം. ഇവിടെ അമ്മ വെട്ടുകുഴി പറയുന്ന കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളുടെ പറഞ്ഞ പോളക്കകത്ത് ആടുമെന്ന് പറയും. അന്നത്തെ കാലം അങ്ങനെ. പിന്നെ അവരെ ചുമന്നോണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ വരുമ്പം മാറി നിന്നോണം. പണ്ട് പാടുമായിരുന്നു, പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൽ കാഞ്ഞി നമ്മൾ കണ്ടുപല്ലിച്ചേ മണി മഞ്ചൻ ചുമന്നേ. പണ്ടു പണ്ട് നാടുവാഴി തമ്പുരാക്കൽ കാഞ്ഞി നമ്മൾ കണ്ടുപല്ലിച്ചേ മണി മഞ്ചൻ ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൽ കാഞ്ഞി നമ്മൾ കണ്ടുപല്ലിച്ചേ മണി മഞ്ചൻ ചുമന്നേ. പെറ്റ മണ്ണിൽ പണികെടുത്തു ചത്തൊടുങ്ങിയ തലമുറയുടെ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ. പെറ്റ മണ്ണിൽ പണികെടുത്തു ചത്തൊടുങ്ങിയ തലമുറയുടെ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളൊരു കാലമുണ്ടായിരുന്നു. അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിനെല്ലാം മാറ്റം വരുത്തുവാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. നമ്മുടെ അമ്മമാർക്കൊന്നും അക്ഷര വിദ്യാഭ്യാസമൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പം ഈ പെന്തിക്കോസിൽ അല്ലെങ്കിൽ കൃപയിൽ വന്ന് യേശുവിനെ അറിഞ്ഞതാ. ഈ വേറെ പുസ്തകം കൈ കെട്ടിയതാ, തള്ള ഇരുന്ന് വെച്ച് കാച്ചുക ഇംഗ്ലീഷ് ഗ്ലോറി.
സ്കൂളിന്റെ പഠിക്ക പോലും തങ്ക പോയിട്ടില്ല. എന്നാലും യോഗം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ തള്ള ഇംഗ്ലീഷ് തന്നെ തങ്ക ഊറി. എന്നാ തങ്ക അത് എഴുതി തരാൻ പറഞ്ഞ എഴുതി. ഇത് മാർഗത്തിന്റെ വിശേഷം. എന്നിട്ട് തങ്ക ഗ്ലോറി പറയുമ്പോ അപ്പുറം ഇരുന്ന് ഏലി ഇരുന്ന് പറഞ്ഞ ജീസസ്. ഇതൊക്കെ ഇത് മാർഗത്തിൽ വന്നാലേ ഒക്കുവള്ളന്ന്. ഏലി ജീസസ് പറഞ്ഞപ്പോൾ അപ്പുറം ഇരുന്ന് ചിഹ്ന പറയാ വിക്ടറി. ഇതെല്ലാം ഞങ്ങൾ ഉപദേശമാരിട്ട് കൊടുക്കുന്നതാ. ഇത് എന്നാണോ ഒന്നും അറിയാൻ മേല തള്ള കയറി മൂക്കുക. വിക്ടറി ഒക്കെ ഇതിനകത്ത് വന്നാലേ ഒക്കുവുള്ളു. സ്തോത്രം. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. എവിടെയും ഉയർത്താൻ പറ്റുന്നതാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാജു. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാജു. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അതെ, സമയം പോകുന്നല്ലോ. അവൻ യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന. അതാണ് 5:10 മുതൽ താഴോട്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുക, അവിടുത്തെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. 2 ലോകം ഓർപ്പിച്ചു. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഇത് 2 വിഷയത്തെ കുറിക്കുന്നു. ഗോമേതകം അവിടുത്തെ ന്യായവതിയെ കുറിക്കുന്നു. സ്വർണം അവിടുത്തെ രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. ഗോമേതകം ന്യായവതിയാന്നുള്ള തെളിവാണ്. ദാൻ ഗോത്രത്തിന്റെ നിഴലാണ് അഹരോന്റെ മാർപ്പതകത്തിൽ കൊടുത്തിരിക്കുന്ന ഗോമേതക കല്ല്. അത് ദാൻ ഗോത്രത്തിന്റെ നടല. ദാൻ ഗോത്രം ന്യായവതിയെ കാണിക്കുന്നു. അതാണ് ഉൽപ്പത്തി 49:17. അപ്പോൾ ഗോമേതകൻ ന്യായവതിയെ കാണിക്കുന്നു. എന്നാൽ സ്വർണം അവിടുത്തെ രാജത്വത്തെ കാണിക്കുക. അവിടുന്ന് രാജാതിരാജാവാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ തിരുജനന സമയത്ത് കൊണ്ടുവന്ന് 3 സാധനങ്ങളാണല്ലോ കാഴ്ചവെച്ചത്. എന്തുവാ? നിങ്ങൾ പോയില്ലല്ലോ, അതുകൊണ്ടാ നിങ്ങൾക്ക് അറിയാതായിപ്പോയി. പുസ്തകത്തിലുണ്ടെന്ന് അമ്മേ പറയമ്മേ. അമ്മയ്ക്ക് പൊന്നിനോട് വലിയ താല്പര്യമില്ല. വന്നു മകർന്നിന്നൂക്കൽ പറ്റിയോടെ പൊന്നെ മൂലെ കുന്തിരിക്കം കാഴ്ചവെച്ചു. പൊന്ന് അവിടുന്ന് രാജാതിരാജാവെന്ന് തെളിയിക്കുക. ഇത് വേറൊരു വ്യാഖ്യാനം. ഇത് അനുഗ്രഹത്തെ കാണിക്കുന്നതാണ്, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അവിടുത്തെ കരത്തിന്റെ തൃക്കരത്തിന്റെ വിശേഷത ഇങ്ങനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാം. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവ സഭയോടും ദൈവിക ശുശ്രൂഷയോടും ദൈവ പ്രവർത്തനത്തോട് എതിർത്ത് നിൽക്കുന്നവന് ഈ കരം ന്യായവതിയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ കരം. തെളിവൊരു വാക്യം വായിച്ചോ. യെസ്രായിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവെടുത്ത് വായിക്കുക. ബാബേൽ പ്രവാസം കഴിഞ്ഞ് 2-3 ഘട്ടമായിട്ട് 2-3 പേരുടെ നേതൃത്വത്തിൽ ഇവർ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ യെസ്രായിയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ജനത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ഇവർ അഗവാത്തിന്റെ അരികത്ത് വെച്ചൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി 21-ന്. ആ ഉപവാസത്തിന്റെ കാര്യം എന്താന്ന് താഴോട്ട് പഠിച്ചു വരുമ്പോൾ എഴുതിയിട്ടുണ്ട്. എല്ലാം വായിച്ചു വ്യാഖ്യാനിക്കാൻ നേരമില്ല. 22-ാം വാക്യം വായിക്കുക. 8-22. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും
അനുകൂലമായും അടുത്തത് അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു. ശ്രദ്ധിച്ചോ, അനുസരിക്കുന്നവർക്ക് ഈ കരം അനുകൂലത്തിന്റെ കരമാണ്. അവൻ ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ, ദൈവപ്രമാണം അനുസരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഇത് അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ അവിടുത്തെ ഉപേക്ഷിച്ച് ത്യജിച്ച് തള്ളിക്കളഞ്ഞ് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ജീവിച്ച് മുമ്പോട്ട് പോയാൽ അത് പ്രതികൂലത്തിന്റെ ന്യായവതിയുടെ കരമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവതി ഇറങ്ങിയ അനേക സംഭവങ്ങളുണ്ട്, തിരുവെടുത്തിലുണ്ട്. ദൈവത്തിന്റെ ജനമാകുന്ന മിസ്രയീമിൽ അടിമകളായി ദീർഘനാളുകൾ പാർത്തു. ഒരു വിലവരെ ഉത്തരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉത്താരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മോശ മുഖാന്തരം ആമേൻ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ മോശയും അഹരോനും മിരിയാമും മിസ്രയീമിലെത്തിയെന്ന അങ്ങനെ മോശയുടെ നേതൃത്വത്തിലായി ഇവർ വിടുവിക്കപ്പെടുന്നത്. എന്നാൽ പ്രാരംഭത്തിൽ ഫറവോൻ ഇവരെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഫറവോൻ ഒത്തിരി ഉപാധി പറഞ്ഞു. അത് നിങ്ങൾക്കറിയാം, ഒത്തിരി ഉപാധി പറഞ്ഞു. ആദ്യത്തെ ഉപാധി പറഞ്ഞു, ഒത്തിരി ദൂരെ ഒന്നും പോകരുതെന്ന് പറഞ്ഞു. ഈ ഏരിയയിലൊക്കെ ചാടുകയോ തുള്ളുകയോ ചെയ്തോണം, ദൂരോട്ടൊന്നും പോകരുത്. അന്നേരം അവത്തങ്ങൾ പറഞ്ഞു, അയ്യോ അങ്ങനല്ല, 3 ദിവസത്തെ വഴി, കുറഞ്ഞ പക്ഷം രക്ഷാ സ്നാനം പരിശുദ്ധാത്മാവ്, കുറഞ്ഞ പക്ഷം. പിന്നെ വേറെ ഉണ്ട്, അത് നമുക്ക് സമയം പോലെ നോക്കാം. ദൂരോട്ട് പോകണമെന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ഉപാധി പറഞ്ഞു, അങ്ങനെ അന്നൊരു കാര്യം ചെയ്യും, പെണ്ണുങ്ങളെല്ലാം കൂടെ, പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പുരുഷന്മാരില്ല. അപ്പം മോശ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ യോഗത്തിന് പെണ്ണുങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വാക്യം വായിക്കാനാണെങ്കിലും ഒരു ഗ്ലോറി പറയാനാണെങ്കിലും അതുങ്ങളെ സ്തോത്രം. ഇപ്പം മൈക്ക് ഷൂപ്പാസ്റ്റർ ഇരിക്കുന്നതുകൊണ്ടാണ്, അങ്ങോട്ട് കൊടുക്കുക ചടികടാന്നിരുന്ന് വായിച്ചേന്. ഒരു ആമയും പറയാൻ നിങ്ങളെ പെട്ടെന്ന് കയറി ഏക്കുള്ളൂ. അവർ കുഴപ്പമില്ല, ചൂടായി വരുമ്പോൾ താമസിക്കും. അപ്പോൾ ഞങ്ങളുടെ യോഗത്തിന് സ്ത്രീകൾ വേണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളും വേണം, അതുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇവിടെ നിർത്തിവെച്ച് പോകാനൊക്കത്തില്ല. ഉടനെ പിന്നെ ഉപാധി അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കന്നാലിയല്ല ഇവിടെ നിൽക്കട്ടെ. അയ്യോ ഞങ്ങളുടെ യോഗത്തിന് അത്യാവശ്യമാണ് കന്നാലി. പിന്നെ മാസയോഗം കഴിയുമ്പോൾ ഇത് ഉണ്ടേലേ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. യോഗത്തിന് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി ഉപാധികളെ ഫറവോൻ പറഞ്ഞു. അപ്പൊ ജനത്തെ വിട്ടുകൊടുക്കാനെ തടഞ്ഞു നിർത്തിയിരിക്കുക. അപ്പോൾ ദൈവം തന്റെ ന്യായവതി അയക്കാൻ തുടങ്ങി, ബാധകൾ അയച്ചു. അങ്ങനെ ബാധകൾ അങ്ങോട്ട് വന്ന് മിസ്രയീമിൽ പല ബാധകൾ വന്നതിൽ 3-ാമത്തെ ബാധയാ പേൻ. ഈ പേനെ കൊണ്ട് ജനമെല്ലാം പൊറുതിമുട്ടി. മൃഗത്തിന്റെ മേലും മനുഷ്യന്റെ മേലും എല്ലാം പേൻ അങ്ങോട്ട് വന്ന് പേനങ്ങ് കയറി കടിക്കുകയും എടുക്കുകയും യോഗത്തിനിടയിൽ ഇരുന്ന് വലിക്കുകയും പിന്നെ അത് ഇടിച്ച് വല്ല ബാധയാണ്. അപ്പോൾ പേനെ കൊണ്ടങ്ങ് പൊറുതിമുട്ടി. പേനെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അവിടെ വായിക്കുന്ന മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവാദത്താൽ പേരുളവാക്കാൻ നോക്കി, ഒത്തില്ലെന്ന. അപ്പോൾ അവർ പറയുന്നൊരു ഡയലോഗുണ്ട്, വായിച്ചേ. 8-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം വായിച്ചേട്ടെ. പുറപ്പാട് പുസ്തകം 8:18 മുതൽ. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേരൊഴിവാക്കി നോക്കി, അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യരുടെ മൃഗങ്ങളുടെ മേൽ പേരൊഴിവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരല. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം, മന്ത്രവാദങ്ങളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുളവായതുകൊണ്ട് മന്ത്രവാദികൾ പറയുക, ഇത് എണ്ണക്കേടല്ല ചാ, ക്ലൈമറ്റ് മാറിയതല്ല, അവൻ കാറ്റും പൊടിയും മഴ കൊണ്ടുവന്ന പേനല്ല എന്ന് പറഞ്ഞാൽ ഈ പേൻ വരാനുള്ള കാരണം പറയുക, സത്യദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ആരാധിക്കുവാൻ, നിത്യജീവനം പ്രാപിക്കുവാൻ, നിത്യതയിൽ അവൻ അത് ജനം പോകുന്നതിന് തടസ്സമായി നീ തടുത്തു വച്ചിരിക്കുന്ന ജനമുണ്ട്. അവൻ ആ ജനത്തെ നീ വിടാതെ തടുത്തു വെച്ചത് കൊണ്ട് ദൈവത്തിന്റെ ന്യായവതിയുടെ കരമാണ്. ഇന്ന് രാത്രി ഉറവയ്ക്കൽ പ്രദേശത്തോടും എന്നെ കേൾക്കുന്നവരോടും, മണർകാട്, ഉറവയ്ക്കല്, പുതുപ്പള്ളി, മാലം, ഐരാറ്റ് നട, പിന്നെ അങ്ങോട്ട് അയർക്കുന്നം എന്ന് വേണ്ട, കിടങ്ങന്നൂര്, പിന്നെ പള്ളിക്കത്തോട് അങ്ങോട്ട് പോകുമല്ലോ, 14 മൈൽ, അതിനിപ്പുറം കോത്തല, ഈ ദേശത്തുള്ള സകലരോടും പറയാ, സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടുകൊടുക്കാതെ തടുത്തു വച്ച ശക്തികളുടെ മേൽ ദൈവത്തിന്റെ ന്യായവതി ഇറങ്ങും. ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ, ഏകദൈവമായ, നിത്യദൈവമായ, സത്യദൈവമായ, ജീവനുള്ള ദൈവമാകുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് തടസ്സമായി നീ നിന്നാൽ, അവൻ നിന്നാലും ആര് നിന്നാലും ദൈവത്തിന്റെ കൈയുടെ ന്യായവതി ഇറങ്ങും. എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാ ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നെല്ലാം കയറി ആരാധിക്കരുത്. വഴിയ പോയപ്പോൾ അവനും കയറി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ അവനും തുള്ളുക.
ഇവിടെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ പ്രമാണമുണ്ട്. ശരിയായ ആരാധന ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ ആരാധന ശരിയായത്. മിസ്രൈമിൽ എത്ര കൊല്ലം പാർത്തു? ആരാധിച്ചതായിട്ട് ഒറ്റ വാക്യം ഇല്ല. ചാപ്പാട് കഴിച്ചെന്ന് ഇഷ്ടം പോലെ വാക്യമുണ്ട്, ആരാധിച്ചെന്ന് വാക്യമില്ല. അറിഞ്ഞു പിടിക്കുകയായിരുന്നു. എല്ലും തോലുമായിട്ട് ആന്നേലും ഒരു 10 പൊറോട്ടയൊക്കെ. വണ്ണമുള്ളവരും അത്ര മോശമൊന്നുമല്ല. പിന്നെ ഞാനും നീയുമൊക്കെ നമുക്കൊരു കൂട്ട്. അപ്പൊ ശ്രദ്ധിച്ചേ, സത്യദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തിന്റെ കരത്തിന് ന്യായവതി ഇറങ്ങി. ഇവര് ആരാധനയ്ക്ക് മിസ്രയീമിൽ വെച്ച് ആരാധിച്ചെന്ന് വാക്യമല്ല, ചാപ്പാട് കഴിച്ചെന്ന് ഇഷ്ടം പോലെ വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടും, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ ഇവർ ചാപ്പാട് കഴിച്ചെന്നുണ്ട്, ആരാധിച്ചെന്നില്ല. ആരാധിച്ചതപ്പോഴാ അവൻ കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിച്ചു, രക്ഷ. അവൻ സകല എണ്ണവും ചെങ്കടൽ കടന്നു, സ്നാനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ ജനം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ശരിയായ ആരാധന. എന്റെ മേരി, നീ ചുമ്മാ അവിടെ കിടന്ന് ചാടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരി കീരി എടാ, ശരിയായ ആരാധന അവൻ കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. അത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ, ഇവിടുത്തെ രക്തം നിർമ്മല രക്തമാ, പരിശുദ്ധ രക്തമാ, വിലയേറിയ രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, പുണ്യാക രക്തം, ജയം തരുന്ന രക്തം, വിടുവിക്കുന്ന രക്തം. ആ രക്തത്താൽ ചോരത്തളി എന്ന് പറഞ്ഞ രക്ഷ. 2 ചെങ്കടൽ കിടക്കണം, സ്നാനം. ഇത് രണ്ടും കഴിഞ്ഞാഴ്ച അക്കരെ കയറി ആരാധനയല്ലാതെ അയ്യോ പ്രസാദം. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. നിങ്ങൾ തിരുവെടുത്ത് പരിശോധിക്കുന്നവരാണല്ലോ. അപ്പൊ ശരിയായ ആരാധന ദൈവം പ്രസാദിക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ സത്യദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടുകൊടുക്കാതെ പർവ്വം തടുത്തു നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇവന്റെ മേ ദൈവത്തിന്റെ ന്യായവതികളുടെ കരമുണ്ടായി. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സമായി നീ എതിർത്താൽ, അവൻ സത്യദൈവത്തെ ഭജിക്കുന്നതിന് വിരോധമായി നീ തന്ത്രമൊരുക്കിയാൽ, അവൻ പാവപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നതിന് വിരുദ്ധമായി, പാവപ്പെട്ട ദൈവമക്കൾ സത്യദൈവത്തെ ഭജിക്കുന്നതിന് വിരുദ്ധമായി നീ തന്ത്രങ്ങളും കൂടെ പ്രയോഗവും ക്ഷുദ്രമായിട്ട് സംഘടനയോ സംഘമോ ഒക്കെ ചേർന്ന് കാര്യങ്ങൾ ഒരുക്കിയാൽ ഞങ്ങൾക്ക് നിന്നോട് എതിർക്കാനൊന്നും ഒക്കത്തില്ല. ഇവിടെ മുഴങ്കാലിരിക്കും. ഇരിക്കുമ്പോൾ അവൻ സ്വർഗം ചായിച്ചു ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാ. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് പറയാ, നീ കേസ് കൊടുക്കാനും പോകണ്ട, വഴക്കുണ്ടാക്കാനും പോകണ്ട, എതിർക്കാനും പോകണ്ട, ഒടുക്കാനും പോകണ്ട, MLA കാണണ്ട, മന്ത്രിയെ കാണണ്ട, തന്ത്രിയെ കാണണ്ട. എടാ, നീ മുട്ടാലിരുന്ന് പ്രാർത്ഥിക്കേ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. നീ മുഴങ്കാലും, ഞാനിതല്ല എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. എടാ, പോരാട്ടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നെട്ടോട്ടമാടാതെ മുഴങ്കാലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. യോബ് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ഗ്രാമ്യക്കാരൻ ഉയരത്തിലാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. മുട്ടാലിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നെന്ന. ആട്ടെ, സമയം പോകുന്നല്ലോ. ന്യായവതികളുടെ കരം എതിർക്കുന്നവർക്ക് ഈ കരം ന്യായവതികളുടെ കരമാണ്. അതാ ഇസ്രായേലിൽ പറയുക, ഇത് ദൈവത്തിന്റെ കയ്യാ, വിരലാ. ഇതുപോലെ ഒരു ന്യായവതി പണ്ട് ഫെലിസ്ത്യ ദേശത്തുണ്ടായി. ഏലിയുടെ കാലത്ത് പെട്ടകം പിടിച്ചോണ്ട് പോയി. ഈ പിള്ളേര് ഗുണമല്ലായിരുന്നു, അവന്മാര് പെട്ടകം എടുത്തോണ്ട് വന്നതാ. ഇവന്മാർക്ക് ഇത് പ്രമാണം എന്നതാ, ഉപദേശം എന്നാ, വ്യവസ്ഥ. ഇവന്മാർ ചുമ്മാ പെട്ടകമായിട്ട് തുള്ളുക. ഇവന്മാർ ഓളിയോ എല്ലാം കൂടെ കൂട്ടി, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കിയപ്പോൾ എല്ലാം കിടന്ന് തുള്ളി ഭയങ്കര ബഹളം. അന്നേരം അവർ ചോദിച്ചു, എന്നാ പതിവില്ലാത്തൊരു ഓളം? അന്നേരം അവർ പറഞ്ഞു, ദൈവം വന്നെന്ന്. അവരുടെ പാളയത്തിൽ ദൈവം ആ താലൂക്ക് വന്നിട്ടില്ല. പിന്നല്ലേ ആ താലൂക്കിൽ ഇവന്മാര് ചുമ്മാ ഓളം ഉണ്ടാക്കുക, ദൈവം വന്നെന്ന്. ദൈവം ഒന്നും വന്നില്ല. ദൈവം വരാഞ്ഞത് കൊണ്ട് ആ പെട്ടകം പരിസരം പിടിച്ചുകൊണ്ട് പോയി. ഒപ്പനിയും വിനേകാസും പോർക്കളത്തിൽ പാട്ടു. ഏലി സീനിയറാ, പുറകോട്ട് വീണ് കടുത്തൊടിഞ്ഞാത്തു. നമ്മളതിനെ മനോരമ ഫ്രണ്ട് പേജ് കൊടുക്കും, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ചത്തത് കടുത്തൊടിഞ്ഞ പെട. അതിന് അങ്ങനെ കൊടുക്കാനൊക്കെ ഞങ്ങളുടെ അപ്പച്ചൻ ദീർഘവർഷം മേലെ ചെയ്തു. പിന്നെ ഞാൻ വെടലി ഒടിഞ്ഞ് എത്തന്ന് അങ്ങനൊന്നും കൊടുക്കാനൊക്കത്തില്ല, കൊടുക്കരുത്.
ഏലി പുറകോട്ട് വീണ് കടുത്തൊടഞ്ഞ്. ഫിനെഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിയാ. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോക കൊണ്ടു അമ്മാവിയപ്പനെ ഭർത്താവിനെ ഓർത്തിട്ട് പറയുക, മഹത്വം ഇസ്രായേലിന് പോയി എന്ന് പറഞ്ഞ കുഞ്ഞിന് ഈഖാബോർ എന്ന് പേരിട്ടു. അവളും എന്റെ ഭാഷ പറഞ്ഞ ലേബർ റൂം എന്നല്ലേ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം തീരുകയല്ലേ, പിന്നെ അവള് ലേബർ റൂമിൽ വെച്ച് തീർന്നു. ഉപദേശി സെൻട്രൽ പൈത്തോമി വെച്ച് പുള്ളിയും പുറകോട്ട് വീണ് കടുത്തൊടിഞ്ഞു. പിള്ളേര് കൺവെൻഷൻ ഗ്രൗണ്ടിൽ പൊത്തോന്ന് വീണു. ഒപ്പിനിയും ഫിനെഹാസും തുള്ളി ഒറ്റ ഒരുത്തനില്ല, വിവരിക്കുന്നില്ല. പെട്ടകം ബലിതരി പിടിച്ചുകൊണ്ട് പോയി. അവന്മാരെ ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അന്ന് രണ്ടുപേരോട് ഒന്നിച്ചിരിക്കാൻ. അയ്യോടി പിറ്റേന്ന് ചെന്നപ്പം ദാഗം താണ്ട് ഉച്ചയും കുത്തി തിത്തയെന്നും പറഞ്ഞു. അവിടെ പറഞ്ഞു അയ്യോടെ പുള്ളി താഴെ വീണല്ല. ആ പുള്ളി അല്ലെങ്കിൽ നേരെ ഇരിക്കുകയല്ല എന്ന് പറഞ്ഞ് നേരെ എടുത്ത് വെക്കാൻ പറഞ്ഞു. പുള്ളിയെ നേരെ വെച്ച് പിറ്റേന്ന് ചെന്നപ്പോൾ അയാളുടെ കൈ ഓടലുമില്ല. അയ്യോന്നോ? അയ്യോ പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞേ. അമ്മാമ്മ എവിടെ ഇരുന്ന് അയ്യോ എന്ന് പറഞ്ഞു. നമ്മുടെ മാണിച്ചൻ്റെ തവേലയല്ലേ? ആ നമ്മൾ അന്ന് വന്നപ്പോ അമ്മാമ്മ മൂപ്പ പിന്നെ. അപ്പൊ ശ്രദ്ധിച്ചേ, ദാഗോനെ അവൻ പൊത്തോന്ന് താഴെ വീണു. അവരെ ആകെ പ്രശ്നമായി. കൊണ്ടുചെന്നെടുത്തല്ല മൂലരോഗം അങ്ങോട്ട് കഠിനപ്പെട്ടപ്പോൾ ഫെലിസ്ത്യര് കമ്മിറ്റി കൂട്ടിയിട്ട് ബില്ല് പാസ്സാക്കി പറഞ്ഞു, ഇത് ഇസ്രായേലിന് ദൈവത്തിന്റെ കൈ ഭാരമായിട്ട് വന്നതാ. വായിച്ചേ 5:6 മുതൽ വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 5-ാമത്തെ. നിങ്ങൾ ചടിയടാന്നൊന്ന് വായിച്ച ആരേലും ദൈവദാസന്മാർ ആരേലും ഒന്ന് എന്നെ ഒന്ന് സഹായിക്ക്, കാല് പിടിച്ച് അപേക്ഷിക്കുക. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിലുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളിലും ദൈവത്തിന്റെ കൈ അവർക്ക് ഭാരമായി. മൂലരോഗത്താൽ മൂലരോഗം നമ്മൾ പറഞ്ഞ അമ്മാമേ അച്ചായൻ ചിക്കൻ കടിച്ചത് കൊണ്ടാണ്. എടാ ചിക്കൻ കടിച്ചതല്ലടാ, ഇച്ചിരി ചിക്കൻ നോ അയന്നെ എനിക്ക് കോഴി അധികം. എടാ ഇത് കോഴി കൂട്ടുന്നതൊന്നും അല്ല, ഇത് മൂലരോഗം വന്ന് നീ പ്രമാണത്തിന് നിരക്കാതെ ദൈവപ്രമാണത്തിനെതിരായി പെട്ടകം അവൻ എടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കയ്യാ. ഇത് ഭക്ഷണക്രമത്തിൽ വന്നതല്ല, ക്ലൈമറ്റ് മാറിയത് കൊണ്ട് വന്നതല്ല, എണ്ണക്കേടും ഒന്നുമല്ല. ആമൻ സ്തോത്രം. പ്രമാണമില്ലാതെ വ്യവസ്ഥയില്ലാതെ നീ ഇതെടുത്തോണ്ട് പോയത് കൊണ്ട് ദൈവത്തിന്റെ കൈ നിനക്ക് ഭാരമാ. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് ഉറപ്പിക്കുക, ഇത് പ്രമാണത്തോടെ കൊണ്ടുപോകുന്ന നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹത്തിന്റെ കരമാ. ഇത് വിടുതലിന്റെ കരമാ, ജയത്തിന്റെ കരമാ. ഞാൻ ദീർഘമാക്കുന്നില്ല. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. സമയത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് എതിർക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാ, എന്നാൽ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും, ദൂരത്തിരുന്ന് കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. ആർക്കും ഈ കരം ഭാരമാകരുത്. എല്ലാവർക്കും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. അതുകൊണ്ട് ദൈവത്തിന്റെ കൈ വന്നാൽ, ദൈവത്തിന്റെ കര സ്പർശിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ വാക്യം അങ്ങ് ചടികടാന്ന് പറയാ. നിങ്ങൾ ദൈവദാസന്മാരൊക്കെ ഒന്ന് എടുത്തു വെച്ച്, ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ഒക്കുന്നെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കാൻ. ചൂപ്പാസ്റ്റെ കൊണ്ട് തന്നെ ചിലപ്പം ബുദ്ധിമുട്ട് വരും. നിങ്ങളോട് ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ. സുബിന്റെ ബൈബിൾ എന്ത് ചെയ്യേ? ഇല്ല, അരിമാനുണ്ടെന്ന് തോന്നുന്നു ബൈബിൾ. ഉള്ളതാട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ച് തന്നാൽ നല്ലതായിരുന്നു. ഞാൻ ആദ്യം വാക്യം പറയാം, എന്നിട്ട് നിങ്ങൾ ക്രമത്തിൽ ചടിചടാന്ന് വായിച്ചാൽ നമുക്കെല്ലാം പെട്ടെന്ന് വീട്ടിൽ പോകാം. അല്ലെ കുറച്ചുകൂടെ സമയം എടുക്കും. ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ദൈവകര സ്പർശിച്ചാൽ എന്തൊക്കെ നടക്കും? വായിക്കാം. ഒരാള് ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട്. ഒരാള് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8. ഒരാള് യഗസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 2. ഒരാള് യഗസ്കേൽ 37:1-2. ഒരാള് മത്തായി 8-ാം അധ്യായത്തിന്റെ 1-2. ഒരാള് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13, 14, 15. ഒരാള് യൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടും 15, 16. ഒരാൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50, 51, 52 വാക്യങ്ങൾ. ആദ്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട്. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാർ റായേലിലായി 2 ദാസി ബിൽഗാ ശിൽപ. പിന്നെ
2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി ആ. യാബോക്ക് കടവ് കടന്നു. ആ. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികത്ത് കടത്തി. അടുത്തത് തനിക്കുള്ളതൊക്കെയും അക്കരെ അവരെ കൂട്ടി കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മഞ്ഞ് പിടിച്ചു. പുരുഷൻ ഉഷസാകുവോളം അവനോട് അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവനോട് മല്ല് പിടിച്ചവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ശ്രദ്ധിക്കണേ, യാക്കോബിന്റെ തുടയുടെ തടം ദൂതൻ വന്ന് തൊടുന്നു. സന്ദർഭമറിയാൻ ചരിത്രമറിയാൻ വിസ്തരിക്കുന്നില്ല. വിസ്തരിച്ചാൽ ഇത് തന്നെയായിരിക്കും ഇന്നത്തെ പ്രസംഗം. ദൈവത്തിന് മഹത്വം. അമ്മാവിയപ്പന്റെ അല്ല അമ്മാച്ചന്റെ വീട് വിട്ട് വേദനയോടെ ഭാരത്തോടെ ഇറങ്ങി വരുന്ന യാക്കോബും തന്റെ കുടുംബവും 20 കൊല്ലം മുമ്പ് ആ ചേട്ടനെ പേടിച്ച് അങ്ങോട്ട് ഓടിയത് ഒരു ചെറിയ ട്രിക്ക് നടത്തിയതാണ്. അനുഗ്രഹമെല്ലാം പ്രാപിച്ചിട്ട് കുടുംബത്തിൽ നിൽക്കാൻ മേല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര അനുഗ്രഹം, പക്ഷെ കുടുംബത്ത് നിൽക്കാൻ മേല. ഉള്ളി ഓടി. അമ്മ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. എവിടെ? എൻ്റെ ആങ്ങളെ ലാബാൻ പത്തനാരാമിൽ IPC അസംബ്ലീസ് കോഡും ചർച്ചക്കോടും എന്നല്ല സ്വതന്ത്ര സഭയാന്ന് തോന്നുന്നത്. പുള്ളി ഒറ്റ ഓട്ടം ഓടി ലൂസിൽ വന്നു. പുള്ളിക്ക് ലൂസ് ആകേണ്ടതാ, പക്ഷേ ദൈവം അത് അനുവദിച്ചില്ല. ലൂസിൽ വന്ന് അന്ന് രാത്രി ദൈവം തന്നോട് ഇടപെട്ടു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അവിടുന്ന് പിന്നീട് പത്തനാരാമിലെത്തി. ഏതാണ്ട് 10-20 കൊല്ലം അവിടെ പാർത്തു. ദൈവം ഈ മനുഷ്യനെ സഹായിച്ചു. ദൈവം ഈ മനുഷ്യനോട് കരുണ ചെയ്തു. നന്മകൾ കൊടുത്തു, ഭൗതിക നന്മകൾ കൊടുത്തു. ആടുമാടുകളെയും പേറുപിറപ്പുകളെയും ദൈവം കൊടുത്തു. അവൻ ഭാര്യമാരെ കൊടുത്തു, ദാസിമാരെ കൊടുത്തു, കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കലാപുലി പോലെ 10-11 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചും. ഇതെല്ലാം പ്രാപിച്ചെങ്കിലും ഒടുവിൽ ആ വീട്ടിൽ നിൽക്കാൻ മേലാനായി. അമ്മായിയപ്പൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ. ഒരു ദിവസം രാവിലെ യാക്കോബ് എഴുന്നേറ്റ് വന്നപ്പോൾ അളിയന്മാർ ഡയലോഗ് പറയുക. അത് യാക്കോബ് കേട്ടു. അളിയന്മാർ പറയുക. പിന്നെ ഒരുത്തന്നെ മറ്റവനോട് പറഞ്ഞു, എടാ തോമാച്ച, നമ്മുടെ അളിയൻ ജേക്കബ് നന്മയെ അനുഗ്രഹം പ്രാപിച്ചത് ദൈവം അനുഗ്രഹിച്ചോ ഒന്നുമല്ല. ചോദിച്ചായെന്നാ? ദൈവം അനുഗ്രഹിച്ചല്ല, പിന്നെ ജോടി അച്ചായനെ കളിപ്പിച്ചാന്ന് പറഞ്ഞു. ഇത് യാക്കോബ് കേട്ടു. യാക്കോബ് ഒന്നും മിണ്ടിയില്ല. ഈ ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. എപ്പോഴുമല്ല, ചില സന്ദർഭങ്ങളിൽ. യാക്കോബ് തെളിയിക്കാനൊന്നും പോയില്ല. ഞാൻ തെളിവ് തരാം, ഇപ്പം ഞാൻ പറയാം. മിണ്ടിയില്ല. യാക്കോബ് പറഞ്ഞു, ഇവന്മാരെന്തേലും പറയട്ടെ. മിണ്ടാതെങ്കിരുന്നു. ഒന്നും മിണ്ടിയില്ല. യാക്കോബ് ഉടനെ ലാബാന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലല്ല. അങ്ങനല്ലേ 31-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ച് 31-1 ഞാൻ ആ ഭാഗമൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് എടുത്തു വെക്കുകയാണ്, ചടേന്ന് വായിക്കാം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു വന്ന് നിങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് ഈ ധനമൊക്കെയും സമ്പാദിച്ചെന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ഈ വാക്കുകളെല്ലാം കേട്ടു. ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്കുകളെല്ലാം യാക്കോബ് കേട്ടു. ഇവന്മാർ ആവശ്യമില്ലാത്തെല്ലാം പറയാ. അത് യാക്കോബ് കേട്ടു. ഇവനെ ദൈവം അനുഗ്രഹിച്ചൊന്നുമല്ല, ദൈവം ഒന്നുമല്ല ഇവനെ നടത്തുന്നത്. ഇവനെ വ്യാഴ ഇറ്റിച്ചുകൊണ്ട് നടക്കുക. ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊന്നുമല്ല. ഇവൻ നമ്മുടെ അപ്പച്ചനെ കളിപ്പിച്ചു. സ്തോത്രം, നമ്മളെയും കളിപ്പിക്കാൻ നോക്കി. പിന്നെ നമ്മുടെ അടുക്ക് വന്നപ്പോൾ നമ്മൾ ഇവനെ ശരി ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തതെല്ലാം. യാക്കോബ് ഒന്നും മിണ്ടിയില്ല. ഞാൻ അനുഭവത്തിൽ നിന്നും പറയാം, നീ ചില സന്ദർഭങ്ങളിൽ ഒന്നും മിണ്ടാതിരുന്നേക്കണം. യാക്കോബ് ഒന്നും മിണ്ടിയില്ല. യാക്കോബ് ഉടനെ അമ്മായിയപ്പന്റെ അമ്മാച്ചന്റെ മുഖത്തോട്ട് നോക്കി. അടുത്ത യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കി. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല. യാക്കോബിന് മനസ്സിലായി അമ്മാവിയപ്പന്റെ മുഖഭാവോ അളിയന്മാരുടെ ഡയലോഗും വീട്ടിലെ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. യാക്കോബ് വയലിലേക്ക് പോയി ഭാര്യമാരെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞേച്ച് അവരെ കൂട്ടിക്കൊണ്ട് യാക്കോബ് തിരിച്ച് വീട്ടിലോട്ട് പോകുക, സ്വന്തം വീട്ടിലോട്ട്. ആ ഭാഗമാണ് വായിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് യാബോക്ക് കടവിന്റെ തീരത്തെത്തി. തനിക്കുള്ളതിന്റെ അക്കരെ കടത്തി യാക്കോബ് തനിയെ ശേഷിക്കുക. തന്റെ ഹൃദയത്തിൽ തിങ്ങി വിങ്ങുന്ന വേദനയുണ്ട്. കാരണം 20 കൊല്ലം മുമ്പ് അവൻ എന്റെ ഭാഷ പറഞ്ഞ കൊടുവാളുമായിട്ട് കൊല്ലാൻ നിൽക്കുന്ന ഏശാവുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കാൻ വയ്യാതായി. ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിന്റെ നടുവിൽ തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തി യാക്കോബ് കടവിങ്കൽ ശേഷിച്ച് ഈ മനോവേദനകളുടെ നടുവിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങി. ദൂതനെ കണ്ടപ്പോൾ യാക്കോബ് മല്ല് പിടിച്ചെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് മല്ല് പിടിച്ചെന്നല്ല, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചു.
ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമായിട്ട് മല്ല് പിടിച്ചു. ആമൻ നേരം വെളുത്തിട്ടും പിടിവിടുന്നില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥന നിർത്തുന്നില്ലെന്ന്. നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്തുന്നില്ല. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, യാക്കോബേ എന്നെ വിട്, ഉഷസുദിക്കുന്നു, പ്രകാശം പരക്കുന്നു, വെട്ടം വീണിരിക്കുക, എനിക്ക് പെട്ടെന്ന് പോകണം. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, നേരം വെളുത്താലും ഉഷസ് പരന്നാലും സൂര്യൻ പ്രകാശിച്ചാലും ഉച്ചയായാലും എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോൾ യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടകിന്റെ തടം തൊട്ടു. ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ 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 എന്ന് പറയുന്നത് അതിന്റെ മുൻപോ പിൻപോ പഠിച്ചാൽ യഹോവയാകുന്ന ദൈവം തന്നെ. അങ്ങനെങ്കിൽ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക. അന്ന് രാത്രിയിൽ സർവജ്ഞനായ ദൈവം തന്റെ തൃക്കരം കൊണ്ട് യാക്കോബിനെ തൊട്ടു. ആമൻ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ പേരെന്ത്? യാക്കോബ്. ഉടനെ മറുപടി പറയുക, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ, നിന്റെ പേരും പ്രകൃതിയും എല്ലാം മാറ്റി ഒരു അനുഗ്രഹത്തിന്റെ പേര് ദൈവം നിനക്ക് തരാൻ പോവുക. ആമൻ. പിറ്റേന്ന് 33-ാം അധ്യായം 4 മുതൽ പഠിക്കുമ്പോൾ, പിറ്റേന്ന് യാക്കോബ് അക്കരെ ചെന്നപ്പോൾ ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ വീണ് ചുംബിച്ച് രണ്ടുപേര് കരഞ്ഞു. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്താ. ദൈവത്തിന്റെ കൈ വന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന്, ആമൻ, നിന്റെ പേരും പ്രകൃതിയും സ്ഥിതിയും ദൈവം മാറ്റും. പോരാ, നിനക്ക് വിരോധമായി നിൽക്കുന്നവനെ ദൈവം അനുകൂലമാക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക, വേറൊരു കാര്യം ചെയ്യരുത്. വിരോധമായി നിൽക്കുന്നവരെ ദൈവം അനുകൂലപ്പെടുത്തി കൊണ്ടുവരും. നീ മുഴങ്കാലും മേലിരിക്കണം. നിന്റെ പേരും പ്രകൃതിയും ദൈവം മാറ്റും. ഇന്ന് രാത്രി ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇന്ന് രാത്രി യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. പേര് മാറ്റുന്ന, പ്രകൃതി മാറ്റുന്ന, സ്ഥിതി മാറ്റുന്ന, നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം എല്ലാം മാറ്റി അവന് എതിരായി നിൽക്കുന്നവരെ അനുകൂലപ്പെടുത്തുന്ന ദൈവകരം ഇന്ന് രാത്രി കുറുകിപ്പോയിട്ടില്ല. യാക്കോബിന്റെ തൊട്ടകരം കുറുകിയില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. യാക്കോബിനെ സ്പർശിച്ച കരം ഇന്ന് രാത്രി നിന്നെ തൊടട്ടെ. നമുക്ക് വിരോധമായിട്ട് ആരേലും ഉണ്ട്, നമ്മുടെ പ്രാർത്ഥന അവനെ തൊടണമെന്നാണ്. ഞാനായിരുന്നേ പ്രാർത്ഥിക്കും, കർത്താവേ ഏശാവിനെ സന്ദർശിക്കണമേ, ഏശാവിന് സ്വസ്ഥത കൊടുക്കരുത്, ഏശാവിനോട് ദൈവം വാദിക്കണമേ. ഇന്ന് രാത്രി ഏശാവിന്റെ വീട്ടിൽ നിന്റെ ദൂതനെ ഇറക്കണം. ഗബ്രിയേലും മീഖായേലും ഏശാവിന്റെ വീട്ടിലിറങ്ങി ദണ്ണിപ്പിച്ചവനെ കുത്തി ഒതുക്കി. വിശേഷിച്ച് നമ്മുടെ ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥന മിക്കതും അങ്ങനെ. സന്ദർശിക്കണമേ, ഈ സ്വസ്ഥത. പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, ആ കോൺസുലേറ്റ് ഇരിക്കുന്ന മദാമയ്ക്ക് സ്വസ്ഥത കൊടുക്കരുതെന്ന്. അവരെന്തേലും ദ്രോഹം ചെയ്തു. അവരാ കോൺസുലേറ്റ് ഇരുന്ന് അവരുടെ ഡ്യൂട്ടി ചെയ്യാ. നീ ഗുരുക്കല്ല ഒപ്പിച്ച് അവിടെ ചെന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് പ്രാർത്ഥിക്കാം, മദാമയ്ക്ക് സ്വസ്ഥത. നമുക്ക് വിരോധമായിട്ട് ആരേലും ഉണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന അവന് സ്വസ്ഥത കൊടുക്കരുതെന്ന് അല്ല. നമ്മുടെ പ്രമാണം എന്നാന്നറിയോ? ഇവിടെ അടിച്ചാൽ ഇവിടം കാണിച്ചോണം. അതാ പ്രമാണം. ഒറ്റ അടി അടിക്കുമ്പോൾ നേരെ ഇവിടെ കൂടെ കാണിച്ചേച്ച് പൊക്കോണം. എന്നെ ആരെങ്കിലും തല്ലിയാൽ നിന്ന് കൊള്ളുകയല്ല, ആദ്യത്തെ അടിക്കുക താഴെ വീഴും. നിങ്ങളവർക്ക് നിൽക്കുമെന്നാണ് അല്ല, ഏലായി അടിക്കണ്ട, അടിയെന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഞാൻ വീഴും. കെൽപ്പൊന്നുമില്ലെന്ന്. സ്തോത്രം. ഇവിടെ അടിച്ചാൽ അന്നേരം ഇവിടം കാണിച്ചോണം. സ്തോത്രം. ഉടുപ്പ് ചോദിച്ചാൽ പുറപ്പ് കൊടുത്തോണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക നടക്കണം. സ്തോത്രം. വേണ്ടേ? അതാണ് നമ്മുടെ പ്രമാണം. മറുപടി പറയരുത്, എതിർക്കരുത്, ഉടക്കരുത്. സ്തോത്രം. ആരെയും കൂട്ടും പിടിക്കണ്ട. നിന്റെ വ്യവഹാരം നടത്തുന്ന ഒരു ദൈവമുണ്ട്. നേരെ മേളിലോട്ട് വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ദൈവത്തിന് മഹത്വം. മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിനെ തൊട്ടകര സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ലെന്ന്. പേര് മാറ്റും, പ്രകൃതി മാറ്റും, സ്ഥിതി മാറ്റും. വിരോധമായി നിൽക്കുന്നവനെ ദൈവം അനുകൂലപ്പെടുത്തി തരും. ഇന്ന് രാത്രി ആ കരം കുറുകിപ്പോയിട്ടില്ല. ഇനി ഓടിച്ചങ്ങ് പറയാം, കർത്താവിന് മഹത്വം. 2 ദൈവകരം വന്നാൽ എന്ത് സംഭവിക്കും? ആ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യം ഒന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകൾ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇത്ര നേരം വായിക്കാതിരുന്നേ, എന്ത് നന്നായിട്ട് വായിക്കുന്നു. സ്തോത്രം. പിന്നെ ആ ബേച്ചാൻ്റെ മോൻ തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ.
അപ്പൊ ശ്രദ്ധിക്കുക, യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യവും വന്ന് ആ ഏലിയാവിനെ തട്ടി, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്രയുണ്ട്. അവൻ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോറേബിലെത്തി. ചരിത്രമൊന്നും വിസ്തരിക്കുന്നില്ല. കർത്താവിന്റെ മുഖത്ത് ഒരു തള്ള ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് പുള്ളി ശുശ്രൂഷ ചെയ്ത പുള്ളി ചൂരച്ചേട്ടയുടെ കീഴിൽ പോയി കിടക്കുക. അമ്മാമ്മ ഏതാണ്ട് പറയാം, അമ്മാമ്മ ഏതാണ്ടൊന്നുമല്ല പറഞ്ഞ, അമ്മാമ്മ പറഞ്ഞത് എൻ്റെ പ്രവാചകനെ കൊന്നെങ്കിൽ അതുപോലെ അവിലൊരുത്തനെ പോലെ ഇയാളെ ഞാൻ കൊല്ലും, തട്ടുവെന്ന് പറഞ്ഞ അമ്മാമ്മ. അയ്യോ, അങ്ങനെയുള്ള അമ്മാമ്മയൊക്കെ ഉണ്ട് ഇല്ലേ? അയ്യോ, നല്ല സ്ത്രീകളുമുണ്ട്, ബഹുമാനിക്കപ്പെട്ടവരുമുണ്ട്, മെനക്കേട് കേസുകളും. ജോഡി കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഒറ്റ ഇടിക്ക് ഭർത്താവിനെ കൊന്നത് മൂക്കാമ്പട്ട നോക്കി ഒരു ഇടി വായിച്ചല്ലേ? പേപ്പറൊന്നും വരുത്തുന്നില്ലേ? ഒറ്റ ഇടി മൂക്കാമ്പട്ടയ്ക്ക് ഒരു തള്ള അവളെ ദുബൈക്ക് കൊണ്ടുപോയില്ലെന്ന് വായിച്ചല്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ പൊക്കോണം, അല്ല അതിന്റെ മൂക്കാമ്പട്ട ഇടിച്ച്. അയ്യോ, അങ്ങനത്തെ കാലമാ. ഒറ്റ ഇടി ഇടിച്ചെന്നാ പറഞ്ഞത്, 1.25 ഇടിച്ചില്ല. എനിക്കൊന്ന് അതിനെ ഉള്ളായിരുന്നു പുള്ളി, ഒരിടിക്കേ. അങ്ങനത്തെ കാലമാ, ലോകം അങ്ങനാ. ഈ സ്ത്രീ ഇസബേല് ഇങ്ങനെ പരസ്യ പ്രസ്താവന നടത്തി, ബാലിന്റെ അശേരരികയും പ്രവാചകന്മാരാകുന്ന 189 പ്രവാചകന്മാരെ ആ തോട്ടിന്റെ കരയിൽ വെച്ച് വെട്ടിക്കൊന്നെങ്കിൽ അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ഏലിയാവിനെ തട്ടും, ഏലിയാവിനെ തട്ടും. അമ്മാമ്മയുടെ ഡയലോഗ് ഇതാ, എല്ലാം വിസ്തരിച്ചിട്ടില്ല. ഇനി ഏലിയാവിനെ ഭൂമിയുടെ മുഖത്ത് ഞാൻ നിർത്തുകയില്ല. ഇനി ഏലിയാവിന് അവൻ വെട്ടം കാണിക്കത്തില്ല. ഇനി ഏലിയാവിന് അവൻ ഒരു ശുശ്രൂഷ ചെയ്യാനും ഞാൻ അനുവദിക്കത്തില്ല. ഇനി ഏലിയാവിന് ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ ഇടം കൊടുക്കുകയില്ല. ഇവനെ ഞാൻ തട്ടും. അതാ അമ്മാമ്മ തീരുമാനിച്ചത്. അമ്മാമ്മയുടെ തീരുമാനം സ്വർഗത്തിന്റെ തീരുമാനം വേറെയല്ലേ? നിന്നെ അമ്മാമ്മയുടെ കയ്യിലും അപ്പാപ്പന്റെ കയ്യിലും വിട്ട് തട്ടാൻ ദൈവം കൊടുക്കുമോ? തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? വിശ്വസ്തയോടെ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്നെ ശത്രുവിന്റെ കയ്യിൽ ദൈവം കൊടുക്കത്തില്ലെന്ന് ഏലിയാവിനോട് പറയാ. നിന്നെ അമ്മാമ്മയുടെ കയ്യിലും കൊടുക്കുകയില്ല, അപ്പാപ്പന്റെ കയ്യിലും കൊടുക്കുകയില്ല, ഉപ്പാപ്പന്റെ കയ്യിലും കൊടുക്കുകയില്ല. ആമൻ സ്തോത്രം. ഒരു പാസ്റ്റർമാരുടെ കയ്യിലും കൊടുക്കുകയില്ല, സെന്ററിന്റെ കയ്യിലും കൊടുക്കുകയില്ല, ലോക്കലിന്റെ കയ്യിലും കൊടുക്കുകയില്ല, ഒരു ഗുണ്ടയുടെ കയ്യിലും. അമ്മാമ്മ ഓർത്തത് ഇനി മെട്ടം കാണുകയില്ല, തട്ടിയേക്കാൻ. അമ്മാമ്മ ആളിനോട് പറഞ്ഞു തട്ടിയേക്കാൻ പറഞ്ഞു, ഇനി എങ്ങും അടിച്ച് തകർക്കാൻ പറഞ്ഞു. സ്വർഗത്തിന്റെ പദ്ധതി എന്നാന്നറിയാവോ? അമ്മാമ്മയുടെ കയ്യിലും അപ്പാപ്പന്റെ കയ്യിലും വിട്ട് അമ്മാനമാടാൻ നിന്നെ കൊടുക്കത്തില്ലെന്ന്. അമ്മാമ്മയും അപ്പാപ്പനും ഒന്നും കാണുന്ന രീതിയിലുമല്ല നിന്നെ ഞാൻ എടുക്കുന്നത്. അഗ്നിമയ രഥങ്ങളും വശങ്ങളും അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ങ് അങ്ങോട്ട് പകർന്ന് അവൻ സ്വത്രം ചുഴലിക്കാറ്റിൽ നിന്ന് ഞാൻ മേളോട്ടെടുക്കാൻ പോവാ. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ശത്രുവിന്റെ കയ്യിൽ നിന്നെ കൊടുക്കത്തില്ല. വൈരിയുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. നിന്നെ പകയ്ക്കുന്നവരുടെ നടുവിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മാമ്മയും അപ്പാപ്പനും വല്ലതും പറഞ്ഞെന്നോർത്ത് നീ ഉമ്മ ചൂടച്ചടിയുടെ കീഴിൽ പോയി ചാകാൻ. നെഞ്ചമ്മേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമുറി വേണ്ടതാത് പഞ്ചമേ തീരും. നെഞ്ചമ്മേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, ആ പഞ്ചമുറി വേണ്ടതാതൻ പഞ്ചമേ തീരും. പിഞ്ചുവാകിൽ ഒരു നാലു തങ്കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. ആ സദൃശവാക്യത്തിൽ അങ്ങനെ അവൾ പാതകാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകും. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ചഞ്ചലിക്കരുത്, തളർന്നു പോകരുത്. ശത്രുവിന്റെ കയ്യിൽ നിന്നെ കൊടുക്കത്തില്ല. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവം നിന്നെ ഇനി ഉപയോഗിക്കും, ദൈവം നിന്നെ ആദരിക്കും. അതല്ലേ ദൂതൻ വന്ന് തട്ടി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഉമ്മാ തള്ളച്ചി ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞു നീ ഇവിടെ കിടന്ന് മാക്കുന്ന കറിയാതെ. ഓ, അവൻ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവുന്നത് ഓരേവിലെത്തി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ മരണഭീതി മാറ്റി, നിന്റെ ചിത്തഭ്രമം മാറ്റി, മരണത്തിന്റെ തണുത്ത കരങ്ങളെ അടിച്ചു മാറ്റി, മരണപാശങ്ങളെ അടിച്ച് പാതാള വേദനകളെ തകർത്ത് ആമൻ സകല രോഗപീഠകളെ തകർത്ത് ഇന്ന് രാത്രി നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം നിന്നെ എത്തിക്കും.
ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഇനി വാക്യങ്ങൾ എടുത്ത് പറയാൻ നേരമില്ല, കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത വായിക്കണ്ട്. യഗസ്കേൽ 8 വായിക്കുന്നത് കെബാർ നദിയുടെ തീരത്ത് മൂപ്പന്മാരുടെ സദസ്സിൽ യസക്കേൽ അങ്ങോട്ട് ഇരിക്കുമ്പോൾ കൈപോലെ വന്ന് നീണ്ട് മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ടൊരു പൊക്ക്, മുടിക്ക് പിടിച്ച് മേപ്പോട്ട് പൊക്കി. യഗസ്കേൽ ഓർത്തത് ഇതോടെ ശുശ്രൂഷയെല്ലാം തീർന്നു. ഒരു മുടി പറിച്ചാൽ എന്ത് വേദനയാ. കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കളും ഒക്കെ വന്ന് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ തലമുടിക്കോ താടിക്കോ ഒക്കെ പിടിച്ച് വലിക്കുമ്പോൾ വേദനയല്ലേ. അന്നേരം തൻ്റെ കൈ അങ്ങോട്ട് വന്ന് മുടിക്കുത്തിന് പിടിക്കും മേപ്പോട്ട് കൊണ്ടുപോവുക, ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂക്കുക. യഗസ്കേൽ ഓർത്തത് ശുശ്രൂഷയെല്ലാം തീർന്നു, ഇതോടെ തീർന്നു, ഇനി രക്ഷയില്ല. പക്ഷേ ആ മുടിക്കുത്തിന് പിടിച്ച വേദനയുണ്ട്. പക്ഷെ ആ വേദന വന്നത് നശിപ്പിച്ച് കളയാനല്ല, അടുത്ത വാക്യത്തിൽ കേട്ടപ്പോൾ ദിവ്യദർശനം തരാനാ. ഇന്ന് രാത്രി ചില ശോധനകളും വേദനകളും വരുന്നത് ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, തള്ളിക്കളഞ്ഞതല്ല, അറിയാതിരിക്കുകയല്ല, ദിവ്യദർശനം തരാനാ. പ്രൈസ് ദി ലോർഡ്. യഗസ്കേലിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല, യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, യഗസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. നിങ്ങൾക്കറിയാം മത്തായി 8 വായിക്കണ്ട. അപ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. കുഷ്ഠരോഗിയുടെ പ്രമാണം നമുക്കറിയാം, പാളയത്തിന് വെളിയിൽ അശുദ്ധനെന്ന് പുലമ്പണം. ഇവനെ കണ്ടാൽ ആൾക്കാരോടും ഇവൻ ആൾക്കാരുടെ ഒക്കെ ചെല്ലാനും ഒക്കത്തില്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് മനോവേദന അനുഭവിക്കുന്ന കുഷ്ഠരോഗി. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് അങ്ങേയറ്റം പറ്റിയപ്പോൾ യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വരിക. മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം 3 അധ്യായത്തിൽ ഏതാണ്ട് 28 കൂട്ടം സബ്ജക്റ്റുകൾ യേശു പ്രസംഗിച്ച് അതെല്ലാം പഠിപ്പിച്ച് പ്രസംഗിച്ച് ഇറങ്ങി വരുമ്പോൾ മത്തായി 8:2 അപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്ക വന്ന് പറയുക, ഗുരോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്ക്. അവൻ്റെ മനോവേദനയും സ്ഥിതിഗതികൾ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, സഹോദര സ്നേഹിത എനിക്ക് നിന്നോട് മനസ്സുണ്ട്. അവിടെ വായിക്കുന്ന യേശു കൈ നീട്ടി അവനെ തൊട്ടു, അവൻ്റെ കുഷ്ഠം ശുദ്ധമായി. അവിടുത്തെ തൃക്കരത്തിൻ്റെ പ്രത്യേകത രോഗശാന്തി കൊടുക്കുന്ന കരമാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്ക വരുന്ന നിനക്ക് ഈ രാത്രി രോഗശാന്തി തരും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവൻ്റെ അടിപ്പിണരുക നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മിസ്രിയർക്ക് വരുത്തൊരു വ്യാധിക്ക് ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അടുത്തു വരുന്നവർക്ക് രോഗശാന്തി കൊടുക്കുന്ന കരമാ ദൈവത്തിന്റെ തൃക്കരം. ആ കരം ഇന്ന് രാത്രി കുറുകിപ്പോയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, 3 ദിവസം മുഴുവൻ വചനം കേട്ട ദൈവമക്കൾ ശിഷ്യന്മാര് വന്ന് പറഞ്ഞു, ഗുരു ഇവിടെ എൻ്റെ ഭാഷ പറയാ ചായക്കടയും വീട് ഒന്നും അടുത്തില്ല, ഇതുങ്ങളെല്ലാം ആകെ പരിവക്കേടിരിക്കുക, പറഞ്ഞ് വീട്ടിൽ വിടാന്ന് പറഞ്ഞു. കർത്താവ് ഇവരുടെ അന്തരീയന്തരങ്ങളെ കണ്ടു. കാരണം ഒരുത്തനെ ഇടയിൽ കൂടെ നടന്ന ഒരു ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും, എൻ്റെ ഭാഷ പറഞ്ഞ അടിച്ചു മാറ്റിയതായിരിക്കാം, അല്ലെ ചോദിച്ചായിരിക്കാം, എന്തേലും ആട്ടെ 5 അപ്പവും 2 മീനും അവനത് മാറ്റി വെച്ചേച്ച് എൻ്റെ ചിന്തയാ ഇപ്പോഴത്തെ കാലം അനുസരിച്ചാണ്. അപ്പം ഗുരുവിനോട് പറഞ്ഞു, ഗുരു പൊതുയോഗം പിരിച്ചു വിട്ട് കമ്മിറ്റി കൂടണം, കമ്മിറ്റിക്കാർക്ക് 5 അപ്പവും 2 മീനും. കർത്താവ് സർവജ്ഞാനിയല്ലേ, അവിടെ നിന്ന് അവരെ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. അന്നേരം വെട്ടിനകത്ത് വീണ് 5 അപ്പവും 2 അതിന് കൊണ്ടുവരാൻ പറഞ്ഞു. യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അത് അവിടുത്തെ തൃക്കരത്തിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങോട്ട് സ്തോത്രം ചെയ്ത് കൊടുത്ത് വിളമ്പാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ വിളമ്പി ഇവൻ്റെ എല്ലാം ഊപ്പാട് വന്നു. അടുത്ത വാക്യത്തിലുണ്ട്, എല്ലാവരും തിന്ന് തൃപ്തരായി. അവിടുത്തെ കരത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ ആമെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന കയ്യാണ്. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴി, 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴി, 5000 സംതൃപ്തി ഏകിയൊരു 5000 സംതൃപ്തി ഏകിയൊരു ഓ യേശു നായക വാഴ ജീവനായക നിരന്തം യേശു നായക വാഴ ജീവനായക. ശ്രദ്ധിക്കുക, അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത അവിടുത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന കരമാ. ആ കരം ഇന്ന് രാത്രി കുറുകിപ്പോയിട്ടില്ല. ഞാൻ വിശദീകരിക്കാതെ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്തുക. ഒരിക്കലൊരു അമ്മ ആമൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആമൻ മറ്റ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് യേശുവിനെ കൈതൊട്ട് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരവരെ തടഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, അവരെ തടയരുത്, ശിശുക്കളെ എൻ്റെ അടുക്ക വിട്. ഇങ്ങനെയുള്ളവരുടെ ആ സ്വർഗരാജ്യം കർത്താവിന്റെ തൃക്കൈ ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നിന്റെ
തലമുറയെ അനുഗ്രഹിക്കുന്ന കരമാ. നിന്റെ സന്തതി അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി തലമുറയുടെ ഭാവി ഓർത്ത് ഞരങ്ങുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വചനത്തിൽ കൂടി ഇന്ന് രാത്രി നിന്നോട് ദൂത് പറയുക. മക്കൾ ഒകവാതിരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ ഇന്ന് രാത്രി നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന തൃക്കരം. ആ കരം ഇന്ന് രാത്രി കുറുകി പോയിട്ടില്ല. ഓടിച്ചു പറയാം, യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, യെഹെസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ആമൻ സ്തോത്രം, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല, അപ്പമെടുത്ത് വാഴ്ചകരം കുറുകിയിട്ടില്ല, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരം കുറുകി പോയിട്ടില്ല. ഇന്ന് രാത്രി അവിടുത്തെ കരം ചെറുതായിട്ടില്ല. ഒരു വാക്യവും കൂടെ വായിച്ച് എൻ്റെ പ്രസംഗം ഇന്ന് രാത്രി നിർത്തുകയാണ്. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുകയാ, വിശദീകരിക്കുന്നുമില്ല. കർത്താവിന് മഹത്വം. അവിടുത്തെ തൃക്കരത്തിൻ്റെ പ്രത്യേകത. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവിടുന്ന് കഷ്ടാനുഭവങ്ങൾ സഹിച്ചു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി മേട് വരെ കുരിശുമരം ചുമന്ന് വീണും വേച്ചും പറച്ചും കാൽവറിയിട് ആമെ കൊലക്കളത്തിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ അവിടുത്തെ തിരുവെടുത്ത് പറയുന്നത് പോലെ നമുക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചു തന്നു. ആമ ഇരുമ്പാനുകളിൽ തൂങ്ങപ്പെട്ടവനായി ആമൻ സ്തോത്രം, നിന്ദകളും പീഡകളും പങ്കപ്പാടുകളും സഹിച്ച് മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ട് മുൾക്കിരീടധാരിയായി ആമൻ മുതുക ഉടവുചാല പോലെ നീളത്ത് കീറപ്പെട്ടവനായി ആമൻ സ്തോത്ര ഇരുമ്പ് ചവണ കൊണ്ട് രോമങ്ങൾ പിടിതെടുത്ത് ആമൻ നീര് വെച്ച് വീർത്ത് വികൃതമായി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ക്രിസ്തു ആമൻ വീണും വേച്ചും വിറച്ചും ആമൻ സകല മനുഷ്യന്റെ പാപം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഒരുവൻ ആമ യാഗമായി തൂങ്ങിക്കിടക്കുകയാ. ആമ ഒരു കണ്ണിന് പോലും ദയലോന്നിയില്ല. ഇടത്തും വലത്തും അപ്പുറം ഇപ്പുറം രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ കൊണ്ട് ക്രൂശിച്ചു. ഒരുത്തൻ അവിടെ കടന്ന് അനാവശ്യമെല്ലാം പറഞ്ഞു. അത് എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടല്ലോ, ഏതായാലും ഒരുത്തൻ. അപ്പോൾ ഇവൻ അവിടെ കടന്ന് പറഞ്ഞ്, ഇയാൾ ദൈവമാന്നേ, ഇയാളും രക്ഷപ്പെട്, ഞങ്ങളെയും രക്ഷപ്പെടുത്ത്, ആരിങ്ങനെ തൂങ്ങിക്കിടക്കാതെ. അവൻ പറഞ്ഞതെല്ലാം കൊണ്ട് എഴുതിയിട്ടില്ല. സ്തോത്രം. മറ്റവന് ഇച്ചിരി ബോധമുള്ളവനാ. അവൻ പറഞ്ഞടാ എന്താ മുടിഞ്ഞോനെ, അങ്ങനെ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ഭാഷ പറയാ, ഞാനായിരുന്നേ അതല്ല, അതിനപ്പുറം പറഞ്ഞേനെ അവനെ. എന്താ ഞാനെന്തെങ്കിലും ദോഷം ഒപ്പിച്ചായി തൂങ്ങിക്കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഒരുത്തന് ബോധം വന്നില്ല. ഇന്ന് രാത്രി ഒരുത്തനേലൂടെ ബോധം വന്നാൽ മതി. ഈ യോഗം വിജയിച്ച് കാണിച്ച ഈ കൂടിയിരിക്കുന്നതിൽ ഒറ്റ ഒരുത്തന് ബോധം വന്നാൽ മതി. ദൂരെ ഇരുന്ന് കേൾക്കുന്ന ഒരുത്തന് ബോധം വന്നാൽ മതി. യോഗം വിജയിച്ചു. അവൻ പറഞ്ഞു ഉണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വം. ഒടുവിൽ അവിടുന്ന് ജീവനെ വിടുകയാ. അവൻ മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അവൻ അവിടുത്തെ തിരുമരണം എന്തിനേറെ പീലാത്തോസിന്റെ അനുമാനത്തോടെ രാത്രി വന്ന് നിക്കോദെമോസും അരിമത്ഥയിലെ യോസേപ്പും മന്ത്രിയാകുന്ന യോസേപ്പും കൊണ്ട് അവൻ അനുമാനം പേറി യേശുവിന്റെ തിരുശരീരം ക്രൂശിൽ നിറക്കി അവൻ 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് അരിമത്ഥയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ യേശുവിനെ അടക്കി കല്ലുമെല്ലാം ഉരുട്ടി വെച്ച് റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെച്ച് 100 പടയാളികളെ കാവലേർപ്പെടുത്തി നിർത്തിയെങ്കിലും കൊരിന്ത്യലേഖനം 15:1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ തിരുവെടുത്ത് പറഞ്ഞതുപോലെ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തു. ഇന്നും അവിടെ ജീവിക്കുന്നു. ഉയർത്ത് തന്റെ അരിമശിഷ്യന്മാർക്കല്ല യേശു പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേബാമിന് മന്ത്രിവർക്ക് 11 പേർക്ക് എമ്മവസിപ്പോർക്ക് കടക്കര വെച്ച് ബദാന്യ വെച്ച് മുറിയടച്ചിട്ടപ്പോ തോമാസ് ഉള്ളപ്പോൾ എന്ന് വേണ്ട ഓരോരുത്തർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അല്ലാതെ യേശു ഉണ്ടയിട്ട് പോയില്ല. ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ടു. പാട്ടെല്ലാം വരിക, ഞാൻ അങ്ങ് അടങ്ങുക. മേരിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. മേരിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുമീ. സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. അത് നേരമില്ല. അപ്പോൾ തന്റെ അരിമശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്തിനേറെ പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 40 ദിവസം അവരുടെ കൂടെ സഹകരിച്ചു. അത് വെച്ചോണ്ട കട്ടിൽ വെല്ലാം പിരിച്ച് 40 ദിവസമായിട്ട് ചുമ്മാ അപ്പച്ചൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പച്ചൻ നേരത്തെ പോകാനിരുന്നതാ. കഞ്ഞിയും വെള്ളം കൊടുക്കാതെ അപ്പച്ചനെ അനാഥശാലയിലിട്ടപ്പോഴേ അപ്പച്ചൻ പറഞ്ഞു, ഇനി ഒരു നാഴിക എന്നെ ഇവിടെ ഇടരുത്. അപ്പച്ചൻ പോയി. എന്നാലും അപ്പച്ചനെ വിടുകയില്ല. അപ്പച്ചൻ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ആണ്ട് ഇല അനങ്ങുന്ന അപ്പച്ചനാ മിക്കാറും. ഇവിടെ പൊട്ട
ആ കോഴി ഇങ്ങോട്ട് നോക്കും. നമ്മുടെ അപ്പച്ചനാ, അപ്പച്ചൻ കോഴിയാ കയറിയെന്ന്. എന്നത് ചുമ്മാ എന്ന് ഒരു കാക്ക ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്കി, ക്രാ അപ്പച്ചനാ വിട്ടിത്തിറക്കുക. ഒരു കാര്യം പറയാം, ഇത് അപ്പച്ചന് വല്ല അമ്മച്ചിയല്ല. യേശു ക്രിസ്തു അരിമ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. 40 ദിവസം അവരുടെ കൂടെ സഹകരിച്ച് ഒടുവിൽ ഇവരെല്ലാം കൂടെ കൂട്ടി ബഥാനിയോളം കൊണ്ടുവന്ന് അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 24, മർക്കോസ് 16, ലൂക്കോസ് മത്തായി 28, ലൂക്കോസ് 24, മർക്കോസ് 16, അപ്പോസ്തലപ്രവൃത്തി 1 ഈ അധ്യായങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തു. അത് കൊടുത്തേച്ചവർ നോക്കി നിൽക്കുമ്പോൾ യേശു മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുക, സ്വർഗത്തിലേക്ക് കരകയറി പോകുക യേശു. ശിഷ്യന്മാരെല്ലാം കണ്ണ് വെട്ടിക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, യേശു കർത്താവ് മുകളിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഷൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. അല്ല, TKS എനിക്ക് തോന്നുന്നു സാറ് ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പരുവത്തിന് സാർ എഴുതി വെച്ചിരിക്കുക. ഒലി വന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ. അപ്പൊ TKS പാടുക, ഒലിവന്നോതും മലകിൽ ചെന്ന് തിരുജനം അരികിൽ നിൽക്കവേ ചരണമുയർന്നു. ഒരു നോക്കി നിൽക്കുമ്പം അവിടുത്തെ തൃപ്പാദം ചലിക്കാൻ തുടങ്ങി. അന്ത്യകൽപ്പന കൊടുത്ത അന്ത്യകൽപ്പന ഇതാ, ആമേൻ സ്തോത്രം, സ്നാനപ്പെടണമെന്ന്. നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, നിങ്ങൾ പുറപ്പെട്ട് ആമേൻ സ്തോത്രം സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. ആമേൻ സുവിശേഷം അറിയിച്ചിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതാ ശരിയായ സ്നാനം. ആ സ്നാനം നടന്നേ ഒക്കൂ. അത് അന്ത്യകൽപ്പന. അത് കൊടുത്തേച്ച് അന്ത്യകൽപ്പന കൊടുത്തപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടുത്തെ തൃപ്പാറ വേള അനങ്ങാൻ തുടങ്ങി. അതാ സാറ് കണ്ടോണ്ട് എഴുതിയത് പോലെ ചരണമുയർന്നു ഗഗനേഗതനായി. നല്ല പ്രയോഗമാണ്. ചരണമുയർന്നു ഗഗനേഗതനായി, ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാ. അന്ത്യ അരമ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോവുക. അങ്ങനെ മേലോട്ട് പോകുമ്പോൾ ആ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം വായിച്ച് ഇന്ന് രാത്രിയിലെ മെസ്സേജ് ഇവിടെ പര്യവസാനിപ്പിക്കുക. മെസ്സേജ് തീർന്നത് കൊണ്ടല്ല, സമയം പോയത് കൊണ്ടാണ്. മെസ്സേജ് പിന്നെയും കിടക്കുക. ദൈവത്തിന് മഹത്വം. ഇന്ന് നിർത്തുക. നിർത്തുകയല്ല, ഞാനങ്ങ് അടങ്ങുക. പിന്നെ അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തിയവരെ അനുഗ്രഹിച്ചു. കൈ ഉയർത്തിയവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അന്ത്യകൽപ്പന കൊടുത്തവര് നോക്കി നിൽക്കുമ്പോ ശിനു എന്നാ പറഞ്ഞേ? യോഗം തീരാൻ പോവാ. അപ്പൊ ശ്രദ്ധിച്ചേ, അവർ നോക്കി നിൽക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തേച്ച് യേശു സ്വർഗത്തിലേക്ക് പോവുക. അവിടുത്തെ ചരണം ഉയർന്നു. ചരണം അങ്ങോട്ട് ഉയർന്നപ്പോൾ അവിടുത്തെ ഇരുപാണികളും ഇങ്ങനെ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കൈ ഉയർത്തി അനുഗ്രഹിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുക. എന്റെ ഭാഷ പറഞ്ഞ ആ കരം ഇന്നും അവൻ താന്നിട്ടില്ല. അവൻ തന്നെ സേവിക്കുന്നവരെ അനുഗ്രഹിച്ച് ഉയർത്തി നിൽക്കുക. ഇന്ന് രാത്രി ഈ ഉറവയ്ക്കൽ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ ആ കരം ഉയർത്തപ്പെട്ട കരമാ. നിന്റെയും നിന്റെ കുടുംബത്തെയും ദൈവദാസന്മാരെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും ഗായക സംഘത്തെയും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയും അവൻ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുന്ന ദൃക്കരം, വചനം കേട്ട നിന്നെ അനുഗ്രഹിക്കുന്ന ദൃക്കരം, ദൂരത്തിരുന്ന് കേട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദൃക്കരം ഇന്ന് രാത്രിയിൽ മാണിച്ച ആ കരം ഉയർന്നു തന്നെ നിൽക്കുക. അവൻ കർത്താവ് വരാൻ താമസിച്ചാൽ ഇനി ഈ കരം അവൻ ഉയർന്നു നിന്ന് നിന്നെ അനുഗ്രഹിക്കും.
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുത്തെ കരം ഇന്നും ഉയർന്നിരിക്കുക. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, യെഹെസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല, അപ്പമെടുത്ത് വാഴ്ത്തികരം കുറുകിയിട്ടില്ല, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട തൃക്കരം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കരം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ സന്തതികളെ അനുഗ്രഹിക്കട്ടെ, ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ, ഇവിടെ വ്യാപാരം ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ, വാഹനം ഓടിക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ, ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഈ അടുത്തുള്ള ഭവനങ്ങളെ ആ കരം അനുഗ്രഹിക്കട്ടെ, ഇതിന്റെ പിമ്പിൽ ഈ സ്ഥലം തന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, അധ്വാനിച്ചവരെ അനുഗ്രഹിക്കട്ടെ, സഹകരിച്ച ദൈവദാസന്മാരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ തൃക്കരം ഇന്നും ഉയർന്നിരിക്കുകയാ. നിന്നെ അനുഗ്രഹിക്കുന്ന കരം, അനുഗ്രഹിക്കുന്ന കരം, വിടുവിക്കുന്ന കരം, രക്ഷിക്കുന്ന കരം. ഒരു പഴയ പാട്ടിന് 2 ചരണങ്ങൾ ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് അങ്ങ് പിരിയാം. ഇവിടെ സ്റ്റേ ആയിരിക്കുന്ന കർത്തദാസന്മാര് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. നിങ്ങൾ അവിടെ ഇരുന്നു. അപ്പൊ ഇവരൊന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളും ചേർന്ന് പാടി 2 ശീലേ പാടുള്ളൂ, ഒത്തിരി പാടുകയില്ല. പാടി ആരാധിച്ച് ഇന്ന് രാത്രി നമുക്ക് അങ്ങ് പിരിയാം. നാളെ ഇങ്ങനൊരു യോഗ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് രാത്രി കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കൊന്ന് പിരിയാം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ മുമ്പേ പാടിയല്ലോ. ആ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടാ. ആ കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല ശക്തിയോട്ട് പ്രകാശിക്കുമ്പോൾ നല്ല മുടിതവല്ലപ്പനിരിക്കുന്ന ദൈവപുത്രനെ കൈയടിച്ച് ചേർന്ന് ഹല്ലേലൂയ പാടി കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കുന്നതുള്ളോ. ലോകപാപത്തുമണിനെ ചിരച്ചുകൊണ്ടു ചുമന്നൊഴി കുരിശടുത്തുകൾ ഗോദാവിൽ പോയോനെ ഹല്ലേലൂയ പാടി വഴിക സത്യവും ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയും അശ്വതമേകുമേ അവൻ. പാപച്ചുമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യും പോലുള്ള കൃപ, മഴയും മഞ്ഞും പെയ്യും പോലുള്ള കൃപ പൊഴിയുമേ തൂണിൽ നിന്നു പാടി യേശുദേവനെ ഹല്ലേലൂയ പാടി മരിച്ചവരിൽ നിന്നാകെ ജനിച്ചവൻ ഭൂമിരാജകന്മാരെ ഭരിച്ചു വാഴും വേഗനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വത്ത സാക്ഷിയ നിലച്ച യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ. കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച കൊത്തത് ചേർന്നൊടുക്ക ഭാവമാദിത്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെയും നല്ല മുടിതവളപ്പനി പോലെയിരിക്കും ദൈവപുത്രനെ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകളവും തന്റെ വിളിയോടിടകലർന്നു മുഴങ്ങവേ വനലോകത്തിൽ നിന്നിട്ട് കൊല്ലിക്കും അഗ്നിവേഗത്തിൽ കാലങ്ങൂതകൾ മക്കളാരത്തിന്റെ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ. വളരെ വെള്ളത്തിൽ ഇരച്ചിൽ കോർത്തതും ശവക്കല്ലറയിൽ നിന്നും വെളിയെ മരിച്ചോർ ഉയർത്തു വരുവാനാ തക്ക വല്ലഭമുള്ളത് എളിയ ജനഞ്ഞവിക്കൊള്ളുവതും വലിയ ഗംഭീര ശബ്ദത്തോടെ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ. മന്നവ മന്നനാകുന്ന മഞ്ഞികായെ അവരേലകിലെ മണ്ണും വീണ്ടും പടച്ചവനെ മനുവനെ മനു നന്ദനെ വര നന്ദനെ മേരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ നന്ദിയോടെ പാടി യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശുരാജാവിനോചന നല്ലവനാം യേശുരാജൻ വരും സർവവല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ യേശുദേവനെ ചേർന്ന് പാടാം. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവൻ. ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു
പറഞ്ഞു കേൾക്കുക ദൈവത്തിന് മകൻ ദൈവത്തിന് മകൻ ദൈവത്തിന് മകൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം മഹായോഗം അവസാനിക്കുക ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പാടിയാട്ടെ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറയാം.